ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഇന്ത്യയിലെ ഫസ്റ്റ് യെല്ലോ കളേർഡ് ആയിട്ടുള്ള BYD ആറ്റോ 3 ആണ്. ഭയങ്കര റോഡ് പ്രസൻസ് ആണ്. നിങ്ങൾക്ക് എൻ്റെ ബാക്ക് സൈഡിൽ കാണുമ്പോൾ തന്നെ അറിയാം, ഒരു വ്യത്യസ്തമായ കളറിലുള്ള വണ്ടി കിട്ടിയിട്ടുണ്ട്. സോ ഇന്ന് ഇതിൻ്റെ ഒരു യൂസർ റിവ്യൂ ആണ്. സോ ആ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോക്കുക ഗൈസ്, ഭയങ്കര ഭംഗിയല്ലേ, ഒരു യെല്ലോ കളേർഡ് ആയിട്ടുള്ള ഡ്യുവൽ ടോൺ സെറ്റപ്പിൽ വരുന്ന BYD ആറ്റോ 3 ആണ്. സോ ഇതിൻ്റെ ഒരു യൂസർ റിവ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ യെല്ലോ കളേർഡ് ആയിട്ടുള്ള BYD ഓണർ. നമസ്കാരം. ഹലോ ക്യാമറ നോക്കി ഹായ് പറഞ്ഞു. ഹായ്. ഓക്കെ, ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുത്തോളൂ. എൻ്റെ പേര് വിനോദ് ശിവൻ. ഞാനിവിടെ മാവേലിക്കര ഒരു ഫോട്ടോഗ്രാഫിക് ഫേം നടത്തുന്നു, ശിവൻ ആൻഡ് സൺസ് ഫോട്ടോഗ്രാഫി. കണ്ടുണ്ടായിരിക്കും തട്ടാരമ്പലത്തിൽ. ഒരു 45 years ആയിട്ട് ഈ ഫീൽഡാണ്. ഞാൻ എൻ്റെ കൊച്ചിലേക്ക് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പം അതിൻ്റെ ഓണറിനെ കണ്ടു, ഓണറിൻ്റെ കൂടെ വീഡിയോ എടുക്കുന്നു. ഞങ്ങളുടെ നാട്ടിലെ വണ്ടിപ്രാന്തന്മാരിൽ ഒരാളാണ്, മെയിനായിട്ടുള്ള ആൾക്കാരിൽ. ഇഷ്ടംപോലെ കാർ കളക്ഷൻസ് ഉണ്ടെന്നറിയാം. ഞാൻ അതുവഴി പോകുമ്പോൾ ഒക്കെ ഇങ്ങനെ കാണും, XUV കാണും, താറ് കാണും, മറ്റേ ഹ്യുണ്ടായുടെ സാന്റഫെ അതുണ്ടായിരുന്നു. ഏതൊക്കെ വണ്ടി ഇപ്പോഴും ഉണ്ട്? ഇപ്പോഴും XUV കൊടുത്തിട്ടാണ് ഞാൻ ഈ BYDയിലേക്ക് ചേഞ്ച് ചെയ്തത്. അത് ഒരു വർഷം കണ്ട് അതിലുള്ളായിരുന്നു വണ്ടി. ഒരു വർഷം ഉപയോഗിച്ചു. 1.5 വർഷം ഉപയോഗിച്ചു. ഒരു 18,000 കിലോമീറ്റർ. അത്രേ മതി. അതായത് പുതിയ വണ്ടികളെല്ലാം ഇറങ്ങുമ്പോൾ എടുക്കും, ഉപയോഗിക്കും, കൊടുക്കും, അങ്ങനത്തെ പരിപാടിയാണോ? ട്രൈ ചെയ്യണമല്ലോ. നമുക്ക് എല്ലാ വണ്ടിയും, നമുക്കിപ്പം ഒരു വണ്ടി കൊണ്ട് ജീവിതകാലം മൊത്തം ഇല്ല പറ്റത്തില്ല. അപ്പൊ അത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നറിയാം. അതെ. ഏത് വണ്ടി ഇറങ്ങുമ്പോഴും എക്സ്പീരിയൻസ് ചെയ്യണം. ഏതൊക്കെ വണ്ടി ഇപ്പൊ യൂസ് ചെയ്തിട്ടുണ്ട്? തുടക്കം അംബാസഡർ ആണ്. അത് കഴിഞ്ഞ് ഓമിനി ഉണ്ട്. ദെൻ മഹീന്ദ്രയുടെ ക്ലാസിക് എന്ന് പറഞ്ഞ 340 ക്ലാസിക്, താറിന്റെ കൂട്ടുള്ള അന്നത്തെ ഒരു വേരിയന്റ് മഹീന്ദ്ര ക്ലാസിക്. ഓഫ് റോഡ് വണ്ടി പോലത്തെ ഓഫ് റോഡ് 4-wheel. അതാണ്ട് ഒരു 92 കാലഘട്ടത്തിൽ അന്നേ ജീപ്പിനോടൊക്കെ ഒരു ഉണ്ട്. ദെൻ അത് കഴിഞ്ഞ് പിന്നെ ടെക്നോളജി വൈസ് ഹൈ ആയിട്ടുള്ള ആദ്യം എടുത്തത് കിയ സെൽറ്റോസ് ഇറങ്ങിയ സമയത്ത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ GT പെട്രോൾ വേരിയന്റ് അതെടുത്തായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് പിന്നീട് നമ്മുടെ ഈ XUV 700 ഇറങ്ങിയപ്പം അതെടുത്തു. 23 അതാണ്ട് 20 ഇറങ്ങിയ ഫസ്റ്റ് ഓൾ വീൽ ഡ്രൈവ് വേരിയന്റ് അതെടുത്തായിരുന്നു. അത് കഴിഞ്ഞൊരു നെക്സോൺ EV ഒന്ന് ട്രൈ ചെയ്തു. ആദ്യത്തെ ഇലക്ട്രിക് വണ്ടി. അതെ. ഈ നെക്സോൺ ഇലക്ട്രിക് വെഹിക്കിൾ ഓടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ മറ്റേ വണ്ടികൾ ഓടിക്കാനുള്ള ഒരു മടിയും പിന്നെ അതിന്റെ ഒരു സുഖം പിടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഇലക്ട്രിക് വണ്ടി മതി എന്നുള്ള ഒരു നല്ലത്. മെയിൻ്റെനൻസ് കോസ്റ്റ് ഇല്ല, ഫ്യൂവൽ കോസ്റ്റ് ഇല്ല, എന്തുകൊണ്ടും വളരെ കംഫർട്ടബിൾ ആയിട്ട് തോന്നി. പിന്നെ വണ്ടിക്ക് ഒരു സൗണ്ട് ഇല്ല, സൈലന്റ് മ്യൂസിക് ഒക്കെ നമുക്ക് സുന്ദരമായിട്ട് എൻജോയ് ചെയ്ത് യാത്ര ചെയ്യാം. അതൊരു 2 വർഷം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴേ നമ്മുടെ ഒരു കാറ്റഗറിയിൽ വരാൻ ഇച്ചിരി ഒരു ഹയർ എൻഡ് വേർഷൻ വേണമെന്ന് തോന്നിയിട്ട് അഡാസ് ഫീച്ചേഴ്സ് ഉള്ളത് നോക്കി. ബഡ്ജറ്റിൽ ഒതുങ്ങുന്നത് BYD ആയിരുന്നു നോക്കിയത്. ആദ്യം iX1 XC40 വോൾവോ, അതൊക്കെ ഒരു 76-77 ആ റേഞ്ച് വരും. പക്ഷെ അത്രയും ബഡ്ജറ്റ് നമുക്ക് അപ്പം ചൈനയാന്ന് പറഞ്ഞൊന്നും പഠിച്ചതാണ്. പക്ഷെ ഒടുവിൽ നമുക്ക് ഓപ്ഷൻ അതേ കിട്ടിയുള്ളൂ. നല്ല ഡിസിഷൻ ആയിരുന്നു. ഏതായാലും iX1 വോൾവോയെക്കാട്ടിൽ പെർഫോമൻസ് എനിക്ക് തോന്നുന്നു വാല്യൂ ഫോർ മണി. പിന്നെ പെർഫോമൻസ് ആയാലും ഓടിച്ചവർക്കൊക്കെ ഒന്നും മറ്റേ iX1 ഒന്നും ഇല്ല. അതിനകത്ത് ഫീച്ചേഴ്സ് വൈസ് വളരെ റയർ വ്യൂ ക്യാമറ ഉണ്ടെന്നല്ലാതെ 360 ഇല്ല, അഡാസ് ഇല്ല, അങ്ങനെയുള്ള ഒരു ഫീച്ചർ. അത് ബേസ് വേരിയന്റ് BMന്റെ. ബട്ട് ഇത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നി. ഐ ആം ഹാപ്പി. അടിപൊളിയാണ്, സാറ്റിസ്ഫൈഡ് ആണ് ഇപ്പോൾ വണ്ടിയിൽ. 100% സോ ഫാർ സാറ്റിസ്ഫൈഡ്. അങ്ങനെ അപ്പോൾ പെട്രോൾ ഡീസൽ വണ്ടികളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു വട്ടം EVയിലോട്ട് വന്നു, നെക്സോൺ വഴി, ടാറ്റ നെക്സോൺ വഴി. അതും യെല്ലോ കളേർഡ് ആണല്ലേ? വൈറ്റ് ആയിരുന്നു വണ്ടി. ഇതും ഒരു ഗ്രേ ടച്ച് അല്ലേ? സിൽവർ കളറിന്റെ ഒരു വേരിയന്റ് സിൽവർ. ഓക്കെ, ലൈറ്റ് കളേർഡ് വണ്ടിയായിരുന്നു ഇത്. കുറച്ച് ദിവസം മുമ്പ് യെല്ലോ കളറിലേക്ക് മാറ്റി. അങ്ങനെ BYDയുടെ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ആദ്യത്തെ ആറ്റോ 3 ആണ് യെല്ലോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഭയങ്കര റോഡ് പ്രസൻസ് ആണ്. എങ്ങനെയാണ് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്? ആൾക്കാർക്ക് എന്ത് പറഞ്ഞു? ഭയങ്കര റെസ്പോൺസ് ആണ്. ആൾക്കാർക്ക് റോഡേ പോകുന്നവരൊക്കെ തിരിഞ്ഞ് നിന്ന് ഇപ്പൊ ഇന്ന് തന്നെ പുതിയ വേരിയന്റ് ആണോ ചോദിച്ചായിരിക്കും. അതെ, ഒരുപാട് പേരുടെ ധാരണ എങ്ങനെയാണ്, ഇന്ന് തന്നെ ആയാലും ഓഫീസിലേക്ക് കൊല്ലത്തുനിന്നാണ്ട് ആള് പോയാൽ പുള്ളി വണ്ടി പോയിട്ട് തിരിച്ചു വന്ന് കയറി ഇതിന്റെ ഓർഡർ ഉണ്ടോ എന്ന് ചോദിച്ചു വന്ന് കാര്യം വിളിച്ചിട്ട്. അപ്പൊ ഈ വണ്ടിയോടെ താല്പര്യമുള്ളവർക്ക് ഇലക്ട്രിക് ഒക്കെ നോക്കുന്നവര് പിന്നെ ഒരു സ്പോർട്സ് വേരിയന്റിന്റെ കളർ പോലെ തോന്നി. നമുക്ക് ഒരു 10 പേര് നല്ല അഭിപ്രായം പറയുമ്പോൾ പൈസ മുടക്കി മനപ്രയാസം മാറും, സന്തോഷം തോന്നും. യെസ്, അതാണല്ലോ നമുക്ക് ഒരു ഇത് സാറ്റിസ്ഫാക്ഷൻ വരുന്നത്. ഈ യെല്ലോയോട് വരാൻ കാരണം എന്താ? 2 വണ്ടി യെല്ലോ ആക്കി. പ്രസൻസ്, പിന്നെ നമുക്കൊരു
ഇതിന് ചേരുന്ന കളറ് പിന്നെ വണ്ടിക്കില്ലാത്ത കളറ്, വണ്ടിക്കില്ലാത്ത കളർ അടിച്ചാലേ ആൾക്കാർ ശ്രദ്ധിക്കുള്ളൂ. പിന്നെ ക്യാച്ച് ചെയ്യാൻ പെട്ടെന്നുള്ളൊരു കളറ്. റെഡൊക്കെ BYDക്ക് ഉണ്ടായിരുന്നു, അവരിപ്പോ പ്രൊഡക്ഷൻ നിർത്തി. റെഡ് പോരാ, വേണ്ടാന്ന് തോന്നി. ഒരു സാറ്റിൻ യെല്ലോ ആൻഡ് ബ്ലാക്ക് ഗ്ലോസി, പിയാനോ ബ്ലാക്ക് അങ്ങനെ എടുത്തു. മാറ്റ്, സാറ്റിൻ മാറ്റും ഗ്ലോസിയും കൂടെ വന്നപ്പോൾ അതൊരു ഭയങ്കര ഒരു പ്രത്യേക ഒരു അഴകാണ്. നിങ്ങൾ കാണുമ്പോൾ ക്യാമറയിൽ എത്രത്തോളം എനിക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്നാലും കണ്ണുകൊണ്ട് കാണുമ്പോൾ ഭയങ്കര കണ്ണിന് ഇങ്ങനെ കുളിർമ നൽകുന്ന രീതിയിലുള്ള ഒരു കളറാണിത്. പ്രത്യേകിച്ച് വെയിലത്തൊക്കെ കൊണ്ടിടുമ്പോഴത്തേക്ക് വണ്ടി ഇങ്ങനെ തിളങ്ങുകയാണ്. അപ്പോൾ BYDയിൽ വരാൻ നേരത്ത് കുറേ കാര്യങ്ങൾ ചിന്തിച്ച് കാണുമല്ലോ, പ്രത്യേകിച്ച് ചൈന. ഒരുപാട് റിവ്യൂസ് നോക്കി, കുറേ ഒരു 2 മാസത്തോളം BYD ഇറങ്ങിയ സമയത്ത് കഴിഞ്ഞൊരു 1 ഇയർ കഴിഞ്ഞ് ഞാനെടുത്തു. ആ ഒരു 1 ഇയറിലൊന്ന് പഠിച്ച് റിവ്യൂവിൽ ഒരുത്തർ പോലും മോശം അഭിപ്രായം പറഞ്ഞായിട്ട് ഒരു റിവ്യൂവിലും ഞാൻ കണ്ടില്ല. ഒരു നെഗറ്റീവ് പൊതുവെ ഇല്ല, ഒന്നും കണ്ടില്ല. അപ്പം എല്ലാവരുടെയും റിവ്യൂ നോക്കിയിട്ട് അതിനകത്തിലെ പോസിറ്റീവ് നോക്കി വന്നിട്ട് അങ്ങനെ ഡിസിഷൻ എടുത്തു. ഏതായാലും അത് തെറ്റിയില്ല, നല്ല പെർഫോമൻസ് ആയിരുന്നു. ഒരു സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത് എടുത്തത് ഏത് വർഷമായിരുന്നു? ഇപ്പൊ 2 ഇയർ ആവുന്നു. ഡിസംബർ ആവുമ്പോൾ 2 ഇയർ. എത്ര കിലോമീറ്റർ ആയി? ഇപ്പൊ ഒരു 37. ഓക്കെ. നെക്സോൺ എത്ര കിലോമീറ്റർ ആയി? 65. അത് ആദ്യത്തെ ബാച്ചാ, ആദ്യത്തെ വണ്ടി. EV മാക്സ് രണ്ടാമത്തെ പേര്. ആദ്യത്തെ എടുത്തില്ല. ആദ്യത്തെ 37 കിലോവാട്ടിന്റെ. എത്ര കിലോവാട്ടിന്റെ? അത് ഫേസ് ലിഫ്റ്റ് വന്നു 48 കിലോവാട്ട് അല്ല, 45 അല്ല, 37 എന്തോ മറ്റേ 440 റേഞ്ച്. പക്ഷെ 440 പറഞ്ഞിട്ട് 250 440 അവർ പറയുന്നെങ്കിൽ നമുക്ക് ആദ്യമൊക്കെ 360 370 കിട്ടുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അത്രയും കിട്ടുന്നില്ല, കുറഞ്ഞു. അത് കമ്പനി യൂസിനാണോ എങ്ങനെ? അതിപ്പം പ്രോഗ്രാംസിന് കവറേജിന് പോകാനായിട്ട് അവർ ഉപയോഗിക്കും. ഇത് പേഴ്സണൽ യൂസിന് വേണ്ടി എല്ലാം നമ്മുടെ പേഴ്സണൽ യൂസ് പറഞ്ഞാൽ നമ്മുടെ ജോബാണ്. അതൊരു പേഴ്സണൽ ആയിട്ടുള്ള വേറെ യൂസ് അല്ല, നമ്മുടെ ജോബും പിന്നെ നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു ഫീച്ചേഴ്സ് വൈസ് ഉള്ള വണ്ടി വേണമെന്ന് തോന്നി. ഒരു മുൻകാല ടാറ്റ യൂസർ എന്ന നിലയിൽ എന്തുകൊണ്ട് ടാറ്റ എടുക്കാതെ വീണ്ടും BYDയിലോട്ട് വന്നു? എടുക്കാതിരിക്കും എന്തെങ്കിലും സ്പെസിഫിക് റീസൺ? അങ്ങനെയില്ല, ടാറ്റയിൽ വണ്ടി പെർഫോമൻസ് വൈസ് നല്ലതൊക്കെയാണ്. സാറ്റിസ്ഫൈഡ് ആണോ? സാറ്റിസ്ഫൈഡ് ആണ്, ഒരു പ്രശ്നമില്ല. ബട്ട് അതിനകത്തിലുള്ള ചില ടെക്നോളജി വൈസ് ഉള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഒരു പ്രൂവൺ വെഹിക്കിൾ വരുമ്പോൾ അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ട്, അത് ഓടിച്ചു കഴിയുമ്പോഴേ പിടികിട്ടും. ഇതിപ്പം ഒരു പ്രൂവൺ, ഇതൊരു എനിക്കൊന്ന് ആറ്റോ 3 ഒക്കെ ഓൾ കൺട്രീസിലും ഉണ്ട്. അവിടെ എല്ലാം ഇത് ഒരു എക്സ്പീരിയൻസ്ഡ് ആണ്, അവർ ഒരു സക്സസ്ഫുൾ വണ്ടിയാണ്. സെവൻ ടാറ്റ എന്നൊക്കെ പറഞ്ഞ ഒരു ബിഗിനിങ് സ്റ്റേജിലാണ്, ഒരുപാട് മാറിയിട്ടുണ്ട്. ആദ്യകാലത്തെ ടാറ്റ അല്ല ഇപ്പോഴത്തെ എന്ന് പറഞ്ഞ പോലെ അത് ഡെവലപ്പ് ആവുകയാണ്. പക്ഷെ നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആ സമയത്തുള്ളതിൽ ടെക് ഒക്കെ എല്ലാം ഉള്ളതും നല്ല ഒരു വണ്ടി, കുഴപ്പമില്ല തോന്നിയതുമായ ഒരു നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതായിട്ടുള്ളതിലേക്കാണ് ഇങ്ങനെ വന്നത്. അന്ന് ആറ്റോ 3 നോക്കിയപ്പോൾ വേറെ ഏതൊക്കെ വണ്ടി നോക്കിയായിരുന്നു മനസ്സിലായി? iX1, XC40 അങ്ങനെ ഹൈ എൻഡ് വണ്ടികളായിരുന്നു നോക്കി, താഴോട്ട് നോക്കി? ഇല്ല ഫീച്ചേഴ്സ് വൈസ് അഡാസ് ഉള്ളതാ വെച്ച് നോക്കുമ്പോൾ അതാ നോക്കി. പക്ഷെ അഡാസ് ഉള്ളതിൽ സ്റ്റാർട്ടിംഗ് റേഞ്ച് ഇതാ. ഓക്കെ. അപ്പോൾ EV ലൈഫ് എങ്ങനെ പോകുന്നു? ഇലക്ട്രിക് വണ്ടിയിലോട്ട് വന്നതിന് ശേഷം പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ മനസ്സ് തോന്നിയിട്ടില്ലല്ലോ? EV ഭയങ്കര കംഫർട്ടബിളാണ്. ഒന്ന് എക്സ്പെൻസ് ഭയങ്കരമായിട്ട് മാറും. ഞാൻ സോളാർ ഇട്ടിട്ടുണ്ട്. സോളാർ എത്ര കിലോട്ട് വെച്ചിരിക്കുന്നത്? 30. അപ്പോൾ അത് എങ്ങനെ വീടും എല്ലാം കൂടെ ചേർത്ത് ഷോപ്പിലേക്ക് കൂടെ ചേർത്തിട്ട് ഞാൻ വീലിംഗ് ചെയ്യാന്നൊരു സിസ്റ്റം. ഷോപ്പും കടയും എല്ലാം കൂടെ നമ്മുടെ പേരിലുള്ള അങ്ങനെ ഇട്ടിരിക്കും. അപ്പോൾ 30 കൊണ്ട് വീടും കടയും 2 വണ്ടികളും എല്ലാം തികയുന്നുണ്ടോ? ഇപ്പൊ തികയുന്നില്ല, അതുകൊണ്ട് 20 ഇടാൻ പോകുന്നു. അല്ല, 3 ഷോപ്പുണ്ട്, ആ 3 ഷോപ്പിലേയും കൂടെ കറണ്ടും എല്ലാം കൂടെ തികയുന്നില്ല. പക്ഷെ എനിവേ അത് ഇട്ടിരുന്ന സമയത്ത് സോളോ ഇതിന്റെ നമ്മുടെ കോവിഡിന് മുമ്പ് ഇട്ടതാണ്. അന്ന് എനിക്ക് വേണ്ട ഒരു 55,000 60,000 ഒക്കെ കറണ്ട് ചെയ്യാൻ ഒരു മാസം വന്നുകൊണ്ടിരുന്നിടത്ത് 5,000 ആയിട്ട് എനിക്ക് കട്ട് ചെയ്യാൻ പറ്റിയ. ഇപ്പം അവരുടെ റൂൾസ് മാറിയത് കൊണ്ടും പിന്നെ കൺസപ്ഷൻ കൂടിയത് കൊണ്ടും കറണ്ട് ചാർജിൽ വ്യത്യാസം വന്നുകൊണ്ടൊക്കെ ഇപ്പൊ അത് ഒരു 10-12 ഒക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു 20 കിലോ മഴക്കാലം ആയതുകൊണ്ടാണോ അതോ? അല്ല, നമുക്ക് കൺസപ്ഷൻ കൂടി 2 EV വന്നു, പിന്നെ ഒരു ഷോപ്പ് കൂടെ ആഡ് ചെയ്തു, 4 AC കൂടെ വെച്ചു. അപ്പൊ ഒരു 20 കിലോ വോൾട്ട് ഇപ്പൊ അടുത്ത ആഴ്ച ഇടാനുള്ള പരിപാടിയാണ്. പുറത്തുനിന്ന് ചാർജ് ചെയ്യാറുണ്ടോ? ലോങ് ഡ്രൈവ് പോകുമ്പോൾ ചാർജ് ചെയ്യാറുണ്ട്. അല്ലാത്ത സമയത്ത് ഫുൾ ചാർജ് ചെയ്യുന്ന സമയത്ത് എത്ര കിലോ വോൾട്ട് കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളതും പിന്നെ ഓരോ ചാർജർ ഓരോരുത്തരുടെയും റേറ്റിൽ ഡിഫറൻസ് ഉണ്ട്. ഏത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്? ഇപ്പം സിയോന് ഒക്കെയാണ് കംപ്ലൈന്റ് ഇല്ലാതുള്ളത്. പിന്നെ ഗോയിസി പ്രശ്നമില്ല. KSEB ഒരിക്കലും ഡിപെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, എന്നും കംപ്ലൈന്റ് ആണ്, സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ആണ്. ഗോയിസി, സിയോന്, ബാക്കിയുള്ളതെല്ലാം ചാർജ് മോഡൊക്കെ ചാർജ് മോഡ് നല്ലതാണ്, അത് നല്ലതാണ്. അപ്പൊ ആദ്യം ലൈക്ക് നമ്മുടെ ഏരിയയിൽ ഇപ്പം തട്ടാരമല മാവേലിക്കരയൊക്കെ ആണെങ്കിൽ ചാർജിങ് സ്റ്റേഷൻസ് വളരെ കുറവാണ്. അല്ല, വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്ത് അല്ല അന്നത്തെ കാലത്ത്. അപ്പൊ അതുപോലെ റൂറൽ ഏരിയാസിൽ പോകുന്ന സമയത്ത് EV കൊണ്ട് പോകുന്ന സമയത്ത്, നെക്സോൺ കൊണ്ട് പോകുന്ന സമയത്ത് ആ സമയത്ത് ഡിഫിക്കൽട്ടീസ് തോന്നിയിട്ടുണ്ടോ?
റൂറൽ ഏരിയയിൽ പോകുമ്പോൾ നമുക്കൊരു കാൽക്കുലേഷനിലാണല്ലോ പോകുന്നത്. ഒരു 350 കിലോമീറ്റർ ഒക്കെ ആദ്യകാലത്ത് കിട്ടുന്നുണ്ടായിരുന്നു. ആദ്യകാലത്ത് കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പം 240 ഉള്ളൂ. അപ്പൊ നമ്മളൊരു യാത്ര പോകുന്ന അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന് അവരെ വിടുമ്പോൾ എത്ര ദൂരം പോകുന്നു എന്നുള്ള ഒരു കണക്കൂട്ടിലാണ് ആ വണ്ടി കിടക്കുന്നത്. അതെല്ലാം അങ്ങനെ കിട്ടാതല്ല, വേണമെന്നുണ്ടെങ്കിൽ വേറെ വെഹിക്കിൾ ഉണ്ട്, ഇന്നോവ ഉണ്ട്, ട്രാവലർ ഉണ്ട്, അത് വിടും. അപ്പൊ ഇത് ഇപ്പം എത്ര റേഞ്ച് കിട്ടുന്നത് റിയൽ ലൈഫ് കിട്ടുന്നത്? ഇതൊരു 480 അവർ പറയുന്നത്. 40 കിട്ടുന്നുണ്ട്. ഇക്കോ മോഡ് മതി, അതിന്റെ ആവശ്യം. ഈ ഒരുപാട് കുത്തിക്കയറ്റിക്കൊണ്ട് പോകുന്നൊരു ക്യാരക്ടർ ഇപ്പൊ ഇല്ല. പണ്ട് ചെറുപ്പത്തിലൊക്കെ ചിലപ്പോ. പക്ഷെ EV വെഹിക്കിൾസിന് അങ്ങനെ പോയാൽ തന്നെയുള്ള ഡ്രോബാക്ക് ടയർ പെട്ടെന്ന് തീരും. എന്റെ മെയിൻ ചോദ്യം മെയിൻ ആയിട്ടുള്ള ഒരു ഇഷ്യൂ. അങ്ങനെ പോകേണ്ട കാര്യമില്ല. ഈ ഈക്കോ മോഡിൽ തന്നെ വണ്ടിക്ക് നല്ല ഉണ്ട്. പിന്നെ ഈ ഓവർടേക്കോ ഹൈവേയിലൊക്കെ പോകുമ്പോഴാണ് ഈ പലരും സ്പോർട്ട് മോഡിലൊക്കെ ഇട്ടത്. അങ്ങനെ സ്ഥിരം പോയി കഴിയുമ്പോൾ അത് കുറച്ച് പോക്കറ്റ് കീറുമ്പോൾ. അതായത് EV വണ്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു 30,000 കിലോമീറ്റർ ഒക്കെ ആകുമ്പോൾ ടയർ മാറ്റേണ്ട അവസ്ഥയിൽ എത്തുന്നുണ്ട്. ഇങ്ങനെ ഒരു പൊതുവെ ഒരു പരക്കം സംസാരമുണ്ട്. അത് അവരുടെ മോഡ് ഓഫ് ഡ്രൈവിംഗ്. അതായത് ഈ നമ്മൾ പെട്രോൾ ഐസ് എഞ്ചിനുള്ള വണ്ടി ഓടിക്കുന്ന പോലെ EV-ലോട്ട് കാലം എടുക്കുമ്പോൾ അത് തന്നെയല്ല, ഇതിന് സഡൻ പിക്കപ്പ് ആയതുകൊണ്ട് ചിലർക്ക് അത് ഒരു ഹരവാണ്. നമ്മൾ ഈ ഫെറാറി ഒക്കെ കയറി പോകുന്നൊരു അവർക്കൊരു ഹരവായതുകൊണ്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട്. കാശുണ്ടാക്കി മേടിക്കുന്ന ഒരാൾ അങ്ങനെ ചെലവാക്കുമെന്ന് ലാഭിക്കാൻ മേടിക്കുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യുന്നൊന്നുമില്ല. അല്ലാതെ ഈ വണ്ടിയോട് സ്നേഹമുള്ളവരാരും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഇടിച്ചു കീറിയൊന്നും തോന്നുന്നില്ല. വണ്ടി നശിപ്പിക്കുന്ന രീതി പോകത്തില്ല അല്ലേ? ഇല്ല, ഒരിക്കലും ഇല്ല. അതന്നെയല്ല, എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ തന്നെ വണ്ടി കഴുകണം. എന്നാലേ പുറത്ത് കൊടുക്കത്തില്ലല്ലോ. പുറത്ത് കൊടുത്ത് കഴിയുന്ന ചുരുക്കമാണ്. നമുക്ക് സമയമില്ലാത്തതും കൊണ്ട് കഴിയുന്നല്ലേ. കഴിയുന്നതും നമ്മൾ തന്നെ വണ്ടി കഴുകിയാലുള്ള ഒരു ഗുണം ഞാൻ നോക്കിയിട്ട് എവിടെങ്കിലും പോറിലൊക്കെ എപ്പോഴാണ് വീണ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നമുക്ക് വണ്ടി ഒന്ന് സ്നേഹിക്കാൻ നല്ലത് കുറച്ചുകൂടെ ബെറ്റർ അതാണ്. അതിന് എവിടെയെങ്കിലും ചിലക്കം ഉണ്ടോ അല്ലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അതിനെ കുറച്ചുകൂടെ ഒന്ന് ഫീൽ മനസ്സിലാക്കാം. പിന്നെ ചള്ളയൊന്നും വരാതെ നമ്മൾ ശ്രദ്ധിക്കും. മറ്റേ കഴിയാക്കി കുട്ടപ്പനാക്കി ജോലിക്കാരനിട്ടാൽ പിന്നെ കൊണ്ട് ചള്ളയാക്കാൻ തോന്നും. അപ്പോൾ ഇത് ലോങ് പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഈ വണ്ടിയിൽ ലോങ് പോയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഒറ്റ സ്ട്രെച്ചിൽ പോണ്ടിച്ചേരി, ബാംഗ്ലൂർ, കൊടൈക്കനാൽ, മൂന്നാർ. ഓക്കെ. അപ്പോൾ ബാംഗ്ലൂർ പോയ സമയത്ത് ഹൈവേ ആയിരിക്കുമല്ലോ കൂടുതൽ പോയിട്ട്? ഹൈവേയിലാണ്. ഓക്കെ. അന്ന് റേഞ്ച് എത്ര കിട്ടുന്നുണ്ടായിരുന്നു? ഈ റേഞ്ച് എല്ലാം തന്നെ ഇന്നും സ്റ്റേബിൾ. ആദ്യം എടുത്തപ്പോൾ കിട്ടുന്ന റേഞ്ച് ഇപ്പോഴും കിട്ടുന്നുണ്ട്. ടാറ്റ പോലെ അല്ലല്ല. BYD-യെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കാര്യത്തിൽ ഒരു ബാറ്ററി നല്ലൊരു കോൺഫിഡൻസ് കിട്ടും. നമുക്ക് ആ കാണിക്കുന്ന ആക്യുറേറ്റ് ആണോ അതിൽ കാണിക്കുന്നത്? ആക്യുറേറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. 100 കിലോമീറ്റർ ഡ്രോപ്പ് വരെ നമുക്ക് ഊറ്റി എടുക്കാം. അതായത് ഒരു പോണ്ടിച്ചേരി ട്രിപ്പ് പോയപ്പം ഒരു നെക്സ്റ്റ് ചാർജ് സ്റ്റേഷൻ കാണിച്ചേണ്ട ഒരു 40 കിലോമീറ്റേഴ്സ് അപ്പുറമാണ്. നമ്മൾ റിസ്ക് എടുത്ത് ഓടിച്ചു. പക്ഷെ അവിടെ ചെന്നപ്പം ചാർജിങ് സ്റ്റേഷൻ വർക്കിംഗ് ഇല്ല. ഹൈവേയിൽ റൂറൽ ഏരിയ, ഹൈവേൻ്റെ അകത്തുള്ള ആളും ഇല്ല. അപ്പോൾ വേണ്ടൊരു ഓൾമോസ്റ്റ് 12 കിലോമീറ്റർ ഓടാനുള്ള ചാർജേ ഉള്ളൂ ബാക്കി. പിന്നെ നെക്സ്റ്റ് കാണിക്കുന്നത് അഗൈൻ 35 കിലോമീറ്റർ കഴിഞ്ഞ ധൈര്യമായിട്ട് അങ്ങ് പോയി എന്ന് പറഞ്ഞാൽ വേറെ മാർഗ്ഗമില്ലാഞ്ഞുകൊണ്ടൊക്കെ പോയി. വരുന്നിടത്ത് വെച്ച് കാണാൻ പോയി. 0 ആയിട്ട് ഒരു 10-12 കിലോമീറ്റർ മേളിൽ ഓടി. അതൊരു വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് നിൽക്കും. അങ്ങനെ മാത്രമേ പറ്റത്തുള്ളൂ. അല്ല, എന്റെ എക്സ്പീരിയൻസ് അതാണ്. അതല്ല വേറെ അങ്ങനെ ഓടേണ്ട വന്നിട്ടില്ല. ലോഡ് ഉണ്ടായിരുന്ന വണ്ടിക്കകത്ത് ആൾക്കാർ കൂടുതൽ വണ്ടി ആളുണ്ട്. ഫുൾ ലോഡായിരുന്നു. എന്നിട്ട് 12 കിലോമീറ്റർ ഓടി 0 ആയിട്ട്. ലോഡുള്ളതും മൈലേജുമായിട്ട് ബന്ധം എനിക്ക് തോന്നുന്നില്ല. വെയിറ്റ് കൂടുന്നതനുസരിച്ച് പവർ നമ്മൾ കൂടുതൽ കൺസപ്ഷൻ നടക്കത്തില്ല. EV അല്ലേ, ഇലക്ട്രിക് അല്ലേ. നമ്മൾ ഇപ്പൊ AC ഓൺ ആക്കുമ്പോഴെല്ലാം മോഡിലുള്ള ഈക്കോ സ്പോർട്സ് എന്നൊക്കെ വരുമ്പോഴേ ഉള്ളൂ കൺസപ്ഷൻ കൂടുതൽ. AC ഓഫ് ചെയ്തായിരുന്നോ ആ സമയത്ത്? ആ സമയത്ത് AC ഓഫ്. അപ്പൊ ലോഡ് കുറയുന്നില്ലേ? AC ഓഫ് ചെയ്തു. ഞാൻ പറഞ്ഞ വണ്ടിക്കകത്തിലെ വെയിറ്റ് ഒരു ഫാക്ടർ ആയിട്ടൊന്നും തോന്നിയില്ല. ഇപ്പൊ ഒരാളായാലും 4 പേരായാലും ഒക്കെ 12 കിലോമീറ്റർ കിട്ടിയാനെ. ഈക്കോ മോഡില് നമ്മൾ AC ഓഫ് ചെയ്തു. പിന്നെ നൈറ്റ് ആയതുകൊണ്ട് ചൂടിന്റെ പ്രശ്നമില്ല. ഗ്ലാസ് കാത്തിട്ടിട്ട് നമ്മളൊക്കെ ഓടിച്ചു. ഓക്കെ. ചാർജിങ് ടൈം എങ്ങനെയുണ്ട്? ചാർജിങ് ടൈം ഞാൻ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ ഇട്ടേക്കുന്ന ഒരു 7.5 കിലോ വോൾട്ട് അതിന്റെ കൂടെ കിട്ടുന്ന പൈസ കൊടുത്താണോ അതോ എന്റെ കൂടെ കിട്ടിയതാ? അല്ല, അതിന്റെ കൂടെ ഉള്ളതാ. പക്ഷെ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല ഇതുവരെ. ടാറ്റയുടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് 7.2 ഉപയോഗിക്കുന്നത്. 7.5 ഉണ്ട്. ഇപ്പോഴും പാക്കറ്റിനകത്ത് തന്നെ ഇരിക്കുന്നേ ഉള്ളൂ. ഓൾറെഡി ഒരു ചാർജർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ 2 ചാർജറിന്റെ ആവശ്യമില്ല. അങ്ങനെ. ഓക്കെ. 2 വണ്ടി ഉള്ളവർക്ക് അത് മതിയായിരിക്കും. ഇനിയിപ്പം അടുത്ത വണ്ടി മേടിക്കുന്നതിലൂടെ കിട്ടുന്നത് 11.5 ആണെന്നാണ് അവർ പറഞ്ഞത്. അങ്ങോട്ട് ഇല്ല വേണം. അപ്പൊ അത് ബാറ്ററി കപ്പാസിറ്റി കൂടുതലനുസരിച്ച്. അപ്പം 11.5 പറഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്താൽ കുറച്ചുകൂടെ പെട്ടെന്ന് ചാർജ്. ഇതിപ്പോ എത്ര മണിക്കൂർ എടുക്കുന്നുണ്ട്? നമ്മൾ നോർമലി വീട്ടിൽ ചാർജ് ചെയ്യാൻ ഇടുമ്പോൾ ഇതൊന്നും കംപ്ലീറ്റ് ഡ്രെയിൻ ആയിട്ടല്ലോ. 30% കാണും, അല്ലെങ്കിൽ 25% ഒക്കെ കാണും.
അതിൽ നിന്ന് ഫുൾ ചാർജ് 8-9 hours. രാവിലെ 10 മണിയാകുമ്പോൾ ചാർജ് ഇടും, രാവിലെ ആകുമ്പോൾ ചാർജ് ആക്കി. ആക്യുറേറ്റ് ടൈം നമ്മൾ അങ്ങനെ അതുപോലൊക്കെ തന്നെ. അത് രാവിലെ ആകുമ്പോൾ ചാർജ് ആയി കിടക്കും, നമ്മൾ ഓഫ് ചെയ്യും. പുറത്ത് ചാർജ് ചെയ്യുമ്പോൾ ടൈം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് എന്നാലും ചെക്ക് ചെയ്തേ പറ്റത്തുള്ളൂ, നമുക്ക് വെയിറ്റ് ചെയ്യില്ലേ. അതൊരു 45 minutes കൊണ്ടൊക്കെ നമുക്ക് ഫുൾ ചാർജ് ആവും. അത് 0 to ആണോ? 0 to 100 എത്താൻ 45 പോരാ, 1 hour പ്ലസ് വേണം. 80% കഴിഞ്ഞ് 90 തൊട്ട് പിന്നെ ടൈം കൂടുതൽ. നമ്മളിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം പുറത്ത് ചാർജ് ചെയ്യുന്നത് നമ്മൾ 100% ചാർജ് ചെയ്യാൻ വെയിറ്റ് ചെയ്തില്ല. നമുക്ക് പോകേണ്ടത് ഇനി 300 kilometer ഉള്ള 300 kilometer ചാർജ് ആകുമ്പോൾ നമ്മൾ വീട്ടിൽ വരാൻ ഇനിയും 250 kilometer ഉള്ള ആ ഒരു അതിനുള്ള ചാർജ് ആകുമ്പോൾ നമ്മളങ്ങ് ക്ലോസ് ചെയ്യും. ഓക്കെ, ഈ ചാർജ് പുറത്തുനിന്ന് ചാർജ് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് നൽകിയിട്ടുള്ള ചാർജിങ് സ്റ്റേഷൻ ഏതാ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും? സിയോണും ഗോയിസി തന്നെയാണ്. കേരളത്തിനകത്തോ പുറത്തോ? എല്ലായിടും. വേറെ പുറത്ത് ഞാൻ കണ്ടിട്ടില്ല. വേറെ കുറെ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാത്ത KSEBയുടെ റെക്കമെൻഡ് ചെയ്യാൻ സാധനം ഇല്ലല്ലോ. സാധനം ഉണ്ടെങ്കിലും കറക്റ്റ് അല്ല. പിന്നെ സോഫ്റ്റ്വെയർ ഇഷ്യൂ എപ്പോഴും, പിന്നെ ചിലർക്കൊക്കെ ഷോക്ക് അടിച്ചൊക്കെ ഇഷ്യൂസ് ഒക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ റേറ്റ് കുറവാന്ന് പറഞ്ഞാൽ എല്ലാവരും ചാടിക്കറി അങ്ങോട്ട് പോകും. പക്ഷെ അവർക്ക് ഒരുപാട് ഈ സബ്സ്റ്റേഷൻസ് ഉള്ളിടത്തൊക്കെ മിക്കവാറും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, എന്താ അതൊരു പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ല. പക്ഷെ ഈ ചാർജിങ് ഇഷ്യൂസ് ഒന്നും ഒരു പ്രശ്നമില്ലാതെ സിമ്പിളായിട്ടൊരു സൊല്യൂഷൻ. അത് എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ആ ഒരു മോഡിലേക്ക് വരാതെ. എല്ലാ പെട്രോൾ പമ്പിലും ഒരു ചാർജിങ് സ്റ്റേഷൻ വേണമെന്നൊരു റൂൾ വെച്ചാവും. ഇപ്പം പുതിയ ബിൽഡിങ്സ് പണിയുന്ന ഫ്ലാറ്റ്സിൽ ചാർജിങ് സ്റ്റേഷൻ വേണം, ഹോട്ടൽ റിസോർട്ട്സ് ഹോട്ടൽസ് വേണം എന്ന് പറയുന്ന പോലെ എല്ലാ പെട്രോൾ പമ്പിലും ഒരു ചാർജിങ് സ്റ്റേഷൻ മസ്റ്റായിട്ട് വേണം എന്ന് ഗവൺമെൻറ് റൂൾ കൊണ്ടുവന്നാൽ ഈ ചാർജിങ്ങിന്റെ പ്രശ്നം എല്ലാവരുടെയും തീർന്നു. കാരണം ഒരു 10-20 കിലോമീറ്ററിൽ എവിടെയെങ്കിലും ഒരു പമ്പ് കാണും. 5 കിലോമീറ്റർ പമ്പ് കാണും. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മൂവ്മെന്റ് ഇതുവരെ വരാത്തതെന്ന് അത് ചെയ്യുന്നു. ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആദ്യം EV 2-3 വർഷമായിട്ട് EV മാത്രമാണല്ലോ ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പൊ പതുക്കെ ഹൈബ്രിഡ് പ്രൊമോട്ട് ചെയ്യുന്നു എന്നൊരു വാർത്ത വരുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ട് വന്ന് ഗവൺമെന്റ് ഹൈബ്രിഡ് വണ്ടികൾ കമ്പനി എടുത്ത് പറഞ്ഞു, ഹൈബ്രിഡ് വണ്ടികൾ ഇറക്കിക്കോ, ഇനി തൊട്ട് ഹൈബ്രിഡ് ഫോക്കസ് ചെയ്തോളാൻ പറഞ്ഞ് ഗവൺമെന്റ് ഇതുപോലെ പുതിയൊരു റിപ്പോർട്ട് പുറത്തു വിട്ടു. ഇത്ര നാൾ EV ഫോക്കസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ എല്ലാ ബ്രാൻഡുകളും EV വണ്ടികൾ ഇറക്കി. അതുകൊണ്ട് ടൊയോട്ട EV ഇതുവരെ ഇൻവെസ്റ്റ്മെന്റ് വലുതായിട്ട് നടത്തിയിട്ടില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ കാര്യം? ടൊയോട്ട അല്ല, ഗവൺമെന്റ് എന്തൊക്കെയോ പ്ലാൻ ഉണ്ട് മനസ്സിൽ, അതുകൊണ്ടായിരിക്കാം മേ ബി ഇതുപോലെ കിടക്കുന്നത്. ടൊയോട്ട ഇതുപോലെ ഇല്ല. ഇപ്പോഴാണ് സുസുക്കി ഇത്രയും വർഷത്തിന് ശേഷം സുസുക്കി ഇപ്പോഴാണ് EV ഇറക്കാൻ പോകുന്നത്. വണ്ടി കണ്ടായിരുന്നു, EV ടാര ഉണ്ടായിരുന്നു. പറഞ്ഞാലേ ഓട്ടോ എക്സ്പോയിലൊക്കെ പോയിട്ട് വണ്ടിയൊക്കെ നോക്കിയിട്ട് ചില്ലടിച്ചിട്ട് വരുന്ന മനുഷ്യർ വണ്ടി കാണാൻ വേണ്ടിയിട്ടാണ് അതിന് പോകുന്നത്. ഒരു പുതിയ വണ്ടി, പ്രത്യേകിച്ച് യൂട്യൂബർ ഒന്നും ആയിട്ടല്ല, വണ്ടി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആ ഒരു വണ്ടി കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് പോയത്. ഒരു MGയുടെ സൈബർ സ്റ്റാർ ലോഞ്ച്. ആ വണ്ടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഡ്രൈവ് ഇഷ്ടപ്പെട്ടോ? ബുക്ക് ചെയ്തിട്ടുണ്ട്. അല്ല, ബുക്ക് ചെയ്തിട്ട് എടുക്കാനുള്ള ബുക്കിങ്ങിനാണോ? ആണല്ലേ? 2 സീറ്റർ ജസ്റ്റ് ആഗ്രഹത്തിന് ഓഗസ്റ്റിലേക്ക് അവർ ലോഞ്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇത് 15 ബുക്കിംഗ് കണ്ടായിട്ടുള്ള അതിൽ എത്ര പൗണ്ടോട് പറയുന്നതിന് അവര് കറക്റ്റ് പറഞ്ഞില്ല. 70 to 80, 85 എന്നാ പറയുന്നത്. പക്ഷെ 75 റേഞ്ചിൽ നിൽക്കുമെന്നാണ് എൻ്റെ ഒരു കണക്കുള്ളത്. M9 ഇപ്പൊ അടുത്ത 15-ാം തീയതി ലോഞ്ച്. അത് നോക്കിയായിരുന്നോ? അത് ഡ്രൈവേഴ്സ് കാർ നമ്മൾ എന്ന് ഡ്രൈവർ സീറ്റിൽ നിന്ന് പുറകോട്ടിറങ്ങുന്നു അന്ന് ആലോചിക്കാവുന്നുണ്ട്. അതൊരു മറ്റേ വെൽഫെയർ സെറ്റപ്പിലുള്ള അതൊരു ബോസ് യാത്ര, ഡ്രൈവർ ഉള്ളവർക്ക് സുഖമായിട്ട്. അതെ അതെ. ഓക്കെ, അപ്പൊ ഈ വണ്ടി ഇനി അപ്ഗ്രേഡ് ചെയ്യുവാണെങ്കിൽ ഏത് വണ്ടിയിലോട്ട് പോകും? അപ്ഗ്രേഡ് ചെയ്താൽ തീർച്ചയായിട്ടും ഞാൻ ഇതിന്റെ നെക്സ്റ്റ് സീ ലയൺ 7 ഓൾ വീൽ ഡ്രൈവിലേക്കേ പോകുള്ളൂ. അത് ഇപ്പൊ തന്നെ അതിന്റെ മൂവ്മെന്റ് നടന്നുകൊണ്ടിരിക്കുക, ഏത് സമയവും സംഭവിക്കാം. ആ വണ്ടിയിലോട്ട് പോകാനായിട്ടുള്ള ഒരു കാരണം ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് ഭയങ്കര ഹാപ്പിയാണ്. BYD മതി ഉറപ്പിച്ച് BYD ഉള്ളൂ. അങ്ങനെ 100% ഒന്നും ഇല്ല. ഇതിനെക്കാട്ടി നല്ല ടെക്നോളജി അതിലേക്ക് പോകും. ഓക്കെ, അങ്ങനെ ഇന്ന കമ്പനിയിൽ ഉറച്ചു വയ്ക്കുന്ന ചിലരുണ്ടല്ലോ, മറ്റേ ഞാൻ സുസുക്കി വിട്ട് പോയില്ല എന്ന് പറയുന്ന പോലെ. ഇല്ല, അത് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നമുക്ക് നല്ലതെന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും. ഈ വണ്ടിയിൽ നിന്ന് ആ വണ്ടിയിൽ അട്രാക്ട് ചെയ്യാനുള്ള കാരണം ഫീച്ചേഴ്സ് അത് ഒന്ന് കുറച്ചുകൂടി ഒരു SUV ടൈപ്പ് വണ്ടിയാണ്. പിന്നെ സീറ്റിംഗ് ഒക്കെ കുറച്ചുകൂടി പെർഫെക്റ്റ്, ഓൾ വീൽ ഡ്രൈവ്. ഇതിന്റെ ഫ്രണ്ട് സസ്പെൻഷനൊക്കെ നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു സസ്പെൻഷനാണ്. ഇതിന്റെ ബാക്ക് സീറ്റ് യാത്ര അത്ര കംഫോർട്ടബിൾ ആയിട്ട് എനിക്ക് ഇതിന് ഫീൽ ചെയ്തിട്ട്. നമ്മൾ ബാക്ക് സീറ്റ് ഇരുന്ന് യാത്ര ചെയ്യാറേ ഇല്ല. വൺസ് യാത്ര ചെയ്തപ്പോൾ ഫീൽ ചെയ്ത്
അത്ര കംഫർട്ടബിൾ അല്ല. പക്ഷെ സീലൈൻ അത് രണ്ടും ഓക്കെയാ, ബാക്കും ഫ്രണ്ടും ഓക്കെയാ. പിന്നെ ഒരു ശരിക്കും ഒരു X5 ഇരിക്കുന്ന ആനപ്പുറത്തിരിക്കുന്ന ഇതിന്റെ 3 times പവർ ആണ്. പ്രൈസ് എത്ര കിലോവാട്ടിന്റെ ബാറ്ററി വരുന്നത്? അത് 78 അങ്ങനെ കണ്ടാ. അത് പക്ഷേ കുറച്ചുകൂടെ സൈസുള്ള ഇച്ചിരി സൈസാണ്. വണ്ടി ഹൈറ്റ് ഉണ്ട്. ടയർ 20 inches ആണ്. ഇത് 18 ഇഞ്ച്. ഇത് 18. ഓക്കെ, ഇതിന്റെ ടയർ മാറ്റിയിട്ടുണ്ടോ? ഇല്ലില്ല. ടയർ ലൈഫ് ഇപ്പോഴും ഉണ്ട്. ഇനി ഒരു 10-15 ഓടുന്നുണ്ട്. അപ്പൊ നല്ലപോലെ കെയർ ചെയ്ത് ഓടിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്നത്. കാരണം BYD-ക്കൊക്കെ നല്ല പവറുള്ള വണ്ടിയല്ലേ. വണ്ടിയുടെ ബാറ്ററിയുടെ വെയിറ്റ് പിന്നെ ഡ്രൈവിംഗ് സ്റ്റൈല്, ഇത് ഇത്രയാണ് ബാറ്ററി ലൈഫിന്റെ പ്രധാന കാരണം എന്ന് എനിക്ക് തോന്നുന്നു. ആക്സിലറേറ്ററിൽ ഇങ്ങനെ ആക്സിലറേഷൻ നമ്മൾ ഇതിലേ പോകത്തുള്ളൂ. അങ്ങനെ കുത്തി എടുത്തു പോകുന്ന പരിപാടികളൊന്നുമില്ല. അതൊക്കെ ചോരത്തളപ്പുണ്ടായിരുന്ന സമയത്ത് ചിലപ്പം നമ്മുടെ 340 ക്ലാസിക് ജീപ്പ് ഉണ്ടായിരുന്ന സമയത്തൊക്കെ അങ്ങനെയൊക്കെ വരുന്നതേ. പക്ഷേ ഇപ്പോഴതൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഈ വണ്ടി ഒന്ന് ജസ്റ്റ് വിശദീകരിച്ചൊന്ന് കാണിച്ചു തരൂ. വണ്ടിയിൽ ചേഞ്ചസ് ആയിട്ടെന്ന് പറഞ്ഞാൽ സിമ്പിൾ. ഇതിന്റെ ഫൈബർ പോർഷൻസ് എല്ലാം പിയാനോ ബ്ലാക്ക് ആക്കി. അതായത് ക്രോം വരുന്നതെല്ലാം എല്ലാം ആക്കിയിട്ടില്ല. ഈ ഒരു സെക്ഷൻ മാത്രമേ ആക്കിയുള്ളൂ. ഈ BYD എന്നുള്ള ലേബൽ ഇത് പിയാനോ ബ്ലാക്ക് ആക്കി. പിന്നീട് ഫൈബർ പോർഷൻസിൽ നമ്മുടെ വീൽ ആർച്ച്, ഡോറിന്റെ ക്ലാഡിങ്സ് സൈഡ് വരുന്നത് അതെല്ലാം ബ്ലാക്ക് ഫില്ലർ ഒക്കെ ഇട്ടിട്ട് പിയാനോ ബ്ലാക്ക് ടൈപ്പ് ആക്കി. പിന്നെ ബാക്കിലായാലും ഒരു ക്രോം പ്ലേറ്റ് ഉണ്ട് നമ്മുടെ BYD എന്നുള്ള ലേബൽ. ഡോർ ഹാൻഡിൽ ബ്ലാക്ക്, പിയാനോ ബ്ലാക്ക് ആക്കി. ഇവിടുത്തെ ക്രോം മാറ്റിയിട്ടില്ല. ആ ക്രോം ഒരു ഭംഗിയുള്ളതുകൊണ്ട് ഇഷ്ടമല്ലാത്ത ക്രോം ഇഷ്ടമല്ല, ഓവർ ക്രോം വേണ്ട എന്നുള്ളൊരു. ഇതല്ല ബാഡ്ജിങ് അത് ബ്ലാക്ക് ആക്കി ഇവിടെയും. ഓക്കെ, EV എന്നുള്ള ബാഡ്ജിങ് ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. അതെല്ലാം ബ്ലാക്ക് ആക്കിയതാ. ലോഗോയും എല്ലാം അതെല്ലാം ക്രോം ആയിരുന്നല്ലോ. പിന്നെ ഇവിടുത്തെ ഒരു കോർണർ പീസ് ഉണ്ട്. അത് സിൽവർ ആയിരുന്നല്ലേ? അത് സിൽവർ ആയിരുന്നു. ഓക്കെ, അത് ബ്ലാക്ക് ആക്കി. ഓക്കെ, റൂഫ് ബ്ലാക്ക് ആയിരുന്നോ അതോ? അത് പിന്നെ ബ്ലാക്ക് ആക്കിയതാണ്. ഒറിജിനൽ വണ്ടിയുടെ ഷെയ്ഡ് തന്നെയാണ്, ബ്ലാക്ക് ആക്കിയതാണ്. ഓക്കെ. ആൻഡ് അലോയ്സ് മാറിയിട്ടില്ല? ഒന്നും മാറില്ല, അതൊക്കെ തന്നെ സ്റ്റോക്ക് തന്നെ. EVക്ക് അലോയ് മാറിയാൽ കഴിയുന്നതും വണ്ടിയുടെ ഈ സ്പെക്ക് മാറ്റി അലോയ് വലിയ സൈസ് ആക്കുക, ടയർ വലിയ ആ ഒരു ഭ്രാന്ത് നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് അനുഭവത്തിൽ കൂടെ വേണ്ട എന്നുള്ളത്. റേഞ്ച് പറയുന്നുണ്ടല്ലേ? റേഞ്ചിന്റെ അല്ല, വണ്ടിയുടെ മെക്കാനിക്കൽ ആ റൈഡ് പോകും. നേരത്തെ ഉള്ള വണ്ടിയിൽ അങ്ങനെ നമ്മൾ ഓവർ സൈസ് ഒക്കെ ഇട്ടപ്പോ ഈ സുസുവിന്റെ ഡിമാക്സ് വീക്രോസ് അതിനൊക്കെ മാറ്റി ഒരു 95-100 അബോവ് പോകുമ്പോൾ വണ്ടി ഷിവറി. അതൊക്കെ അന്ന് അതിൽ നിന്നൊക്കെ അനുഭവത്തിൽ നിന്ന് പഠിച്ചുകൊണ്ട് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പിന്നീട് നമ്മൾ ഓൾട്രേഷൻസ് മെക്കാനിക്കലി ഉള്ള കാര്യങ്ങളിൽ ഓൾട്രേഷൻസ് വരുത്തണ്ട എന്നുള്ളൊരു തീരുമാനം. ഓക്കെ, അത് നിങ്ങൾക്ക് സൈഡിൽ നിന്ന് വണ്ടി നോക്കുമ്പോൾ തന്നെ അറിയാം, ഒരു പ്രത്യേക അഴകാണ്. പ്രത്യേകിച്ച് ഈ ആ ക്രോം പീസ് അതുപോലെ വെച്ചേക്കുന്നതുകൊണ്ട് വേറൊരു ഭംഗിയുണ്ട്. ഈ യെല്ലോ കളേർഡ് ആയിട്ടുള്ളതും ആൻഡ് ഡ്യുവൽ ടോൺ വരുന്നത് കൊണ്ടും നമുക്ക് ബാക്കിൽ നോക്ക് ഒരു 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 എന്താ പറയുക, ഒരു ഭയങ്കര രസമാണല്ലേ. കളറും കൂടെ ആക്കിയപ്പോഴത്തേക്ക് വണ്ടി ഒരു കുറച്ചൊരു ന്യൂജനായി. ആൾക്കാരൊന്ന് ശ്രദ്ധിക്കും. പിന്നെ ഒരു ഈ പറഞ്ഞ ന്യൂജൻ കുറച്ചുകൂടെ അപ്ഡേറ്റ് ആയി. നമ്മൾ അതെന്താ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിന്റെ ചാർജിങ്ങിന്റെ പോർട്ട് വരുന്നത് ഇവിടെ ഫ്രണ്ടിലാണല്ലേ? ഓക്കെ, അത് കൺവീനിയന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഫ്രണ്ടില്ല, അത് എനിക്ക് അങ്ങനെ അസൗകര്യം ബാക്കിൽ വേണമെന്നുണ്ടായിരുന്നു. അതങ്ങനെ ഒന്നുമില്ല, അത് കൺവീനിയന്റ് ആയിട്ട് തന്നെയാണ് തോന്നിയിരിക്കുന്നത്. ഓക്കെ, അതെങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തുറക്കും? അത് വണ്ടി ഓൺ ആയതുകൊണ്ടാണ് ഇപ്പോൾ തുറക്കാൻ പറ്റുന്നത്. വണ്ടി ഓഫ് ചെയ്താൽ മാത്രമേ തുറക്കാൻ പറ്റൂ. വേറൊരു മെയിൻ കാര്യം, ഈ വണ്ടി കളർ ചേഞ്ച് ആണല്ലോ. ഓക്കെ, സിൽവർ കളറിൽ നിന്ന് ഈ കാണുന്ന യെല്ലോയിലോട്ട് കളർ ചേഞ്ച് ചെയ്തു. എങ്ങനെയായിരുന്നു അതിന്റെ പ്രൊസീജിയർ, ഫോർമാലിറ്റീസ്? അതിന്റെ ഫോർമാലിറ്റി നമ്മൾ ആദ്യം RC ബുക്ക് RTOയിൽ കൊണ്ട് കാണിച്ച് RTOയുടെ ഒരു സാങ്ഷൻ ലെറ്റർ മേടിക്കണം. ഏത് കളറാന്നുള്ളത് മെൻഷൻ ചെയ്തുള്ളൊരു ആപ്ലിക്കേഷൻ കൊടുക്കണം. അത് അതിനകത്തിൽ അപ്പോൾ അവരത് എൻഡോഴ്സ് ചെയ്ത് ഒരു സാങ്ഷൻ ലെറ്റർ തരും, അപ്രൂവൽ ലെറ്റർ. അതിന്റെ ഒരു ഫീസ് ഉണ്ട്. അത് നമ്മൾ ഓൺലൈൻ അക്ഷയയിൽ വഴി അത് അടയ്ക്കണം. അടച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കൊണ്ടുപോയി പെയിന്റ് ചെയ്ത് ഇത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരെ കൊണ്ട് കാണിച്ചത് ബുക്കിൽ എൻഡോഴ്സ് ചെയ്യുമ്പോഴാണ് RCയിൽ അത് ആവുന്നത്. അത് ആ പ്രോസസ് നമ്മളെ ആയില്ല, നമ്മളിത് വർക്ക് കഴിഞ്ഞതേ ഉള്ളൂ. അത് ഇത് എൻ്റെ ഒരു ഫ്രണ്ട് കോട്ടയത്തുണ്ട്, Q6 പ്രീമിയം കാർ കെയർ എന്ന് പറഞ്ഞത്. പുള്ളിയാണ് ടോവിനോയുടെ എല്ലാ വണ്ടികളും ഡീറ്റെയിലിംഗ് സെന്ററാണ്. PPF, റാപ്പിംഗ്, ഡെന്റിങ് വർക്ക്സ്, കാർ പെയിന്റിങ് ഹൈലി പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ഒരു എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്. പുള്ളി ആണത് ഭംഗിയായിട്ട് ഇത് ഇത്രയും ഭംഗിയാക്കി ചെയ്തു തന്നത് പുള്ളിയാണ്. ഫിനിഷിംഗ് ഉണ്ട്, നന്നായിട്ട് തന്നെ ചെയ്തു തന്നിട്ടുണ്ട്. എൻ്റെ നമ്മുടെ വീൽ ആർച്ച്, ബമ്പേഴ്സ് അതെല്ലാം നന്നായിട്ട് തന്നെ വൃത്തിയായിട്ട് തന്നെ വർക്ക് ചെയ്തു. ഇനി ഇത് കഴിഞ്ഞിട്ട് കൊണ്ട് കാണിക്കണം. ഇനി RTOയിൽ കൊണ്ട് കാണിച്ചിട്ട് അത് നമ്മൾ RCയിലോട്ട് എൻഡോഴ്സ് ചെയ്യും. എത്ര രൂപ കാണും ചെലവ്?
അതിന്റെ ഫീസ് എനിക്കായത് 2700. അത് ഓരോ പ്രാവശ്യം ഓരോ ഫീസ് ആണ്. ആദ്യം വെറും 660 ഉള്ളത് ഞാൻ നെക്സോൺ ചേഞ്ച് ചെയ്തു. പക്ഷെ ഇതിപ്പോ ആദ്യം നോക്കിയപ്പോൾ തന്നെ 2700 ആണ്. വണ്ടിയുടെ വലിപ്പം അനുസരിച്ചാണോ അതോ അത് എന്തോ അറിയത്തില്ല. അവര് പറയുന്നത് ഇതിപ്പോ റൂൾസ് ഡെയിലി മാറിക്കൊണ്ടിരിക്കുക, അവർക്ക് സർക്കുലർ ഒന്നും വരുന്നില്ല. ഇത്ര കാണിക്കുന്നു, ആ പൈസ കാണിക്കുന്നു, അത് അടച്ചേ പറ്റത്തുള്ളൂ. ഇല്ല പിന്നെ നമ്മളത് പിന്നെ അന്വേഷണിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. ഇത്രയും പൈസ മുടക്കി പെയിന്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാമെങ്കിൽ പിന്നെ 2000 രൂപ അതിന് അടയ്ക്കുന്ന ഒരു വലിയ കാര്യമല്ല. RC ബുക്ക് കിട്ടുമല്ലോ, പിന്നെ നമുക്ക് ലീഗലായിട്ട് കൊണ്ടുനടക്കാം. അത് ലീഗലായിട്ട് കൊണ്ടുനടക്കാം. ഇത്ര ഇന്ന കളേഴ്സ് മാത്രം പറ്റത്തില്ല, ബാക്കി എല്ലാ കളേഴ്സും പറ്റും. പട്ടാളക്കാരുടെ ആർമി പച്ച അങ്ങനെ എന്തൊക്കെ പറ്റിയൊന്നും പഠിച്ചിട്ടില്ല. അങ്ങനെ എന്തോ ഉണ്ട് ആർമി പച്ച ഒന്നും അങ്ങനത്തെ കളേഴ്സ് പറ്റത്തില്ല. ബാക്കി പച്ച പറ്റും, പക്ഷെ ഡിസൈൻ പറ്റത്തില്ല. മറ്റേ ആർമി പാറ്റേൺ പറ്റത്തില്ല നമുക്ക്. ഓക്കെ, നമുക്ക് BYD Atto 3 അകത്തോട്ട് കയറാം. ഇലക്ട്രോണിക് സീറ്റ് ആണ്, നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് ബാക്കിലേക്ക് നീക്കാം. ഓക്കെ, രണ്ട് സൈഡിലും ഇലക്ട്രോണിക് അല്ലേ? അതെ. ഇതൊക്കെ BYD അന്ന് കണ്ടപ്പോൾ ഭയങ്കര യുണീക്ക് സാധനം. ഇത് ഡോറ് തുറക്കുന്ന അല്ലേ? സ്പീക്കർ ആണ്, പ്ലസ് അതിന്റെ മേളില് ഡോർ തുറക്കുന്ന ഹാൻഡിൽ. ഓക്കെ, ഇവിടെ മറ്റേ ഗിറ്റാറിന്റെ സ്ട്രിങ് പോലത്തെ ഇത് ജസ്റ്റ് ചുമ്മാ ഒരു ലുക്കിന് വേണ്ടി കൊടുത്തേക്കുള്ളൂ. അത്രേ ഉള്ളൂ, ഒരു സംതിങ് ഡിഫറെന്റ് ആയിട്ടൊരു ഡിസൈൻ എന്നുള്ളത്. അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഇതൊന്നുമില്ല. അതൊരു യുണീക് ഡിസൈൻ എന്നുള്ള രീതിയിൽ അവർ ചെയ്തേക്കുള്ളൂ. ഇതിന്റെ നമ്മുടെ AC വെൻസ് ഒക്കെ ആണെങ്കിൽ തന്നെയും ഒരു അന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു ഒരു മസിൽ ടൈപ്പ് എന്നാണ് പല പറയുന്നത്. അതിന്റെ ഈ ഒരു ഷേപ്പ് ഒക്കെ ഒരു ഇത് ബീജ് കളർ ആയിരുന്നു അല്ലേ? ഇത് ഓക്കെ, ഇതെല്ലാം സോഫ്റ്റ് മെറ്റീരിയലാ, സോഫ്റ്റ് ടച്ചാ. അതെ. കണ്ടോ AC വെൻസ് ഒക്കെ കണ്ടാ? മൊത്തത്തിലൊരു ഒരു ഫ്രഷ് ഫീൽ ആയിരുന്നു. ഇപ്പോഴും അന്നും ഇപ്പോഴും ഔട്ട്ഡേറ്റഡ് ഫീൽ തോന്നുന്നില്ല. ഇല്ല 2 വർഷം ആയെങ്കിലും ഇപ്പോഴും ഒരു അത്യാവശ്യം ഒരു കോക്പിറ്റിൽ കയറിയിരിക്കുന്ന ഒരു ഇവിടെ എന്തൊക്കെ കൺട്രോൾസാ? ഇതിപ്പം സ്റ്റാർട്ട് സ്റ്റോപ്പ്, ഹസാർഡ് ബട്ടണ്, പിന്നെ പാർക്ക് സെൻസേഴ്സ്, റീജനറേഷന്റെ ആണിത്. പിന്നെ സ്പോർട്സ് മോഡ് ഇതൊക്കെ സെലക്ട് ചെയ്യുന്നത്, AC ഓട്ടോ ഓൺ ഓഫ്, ഇതിന്റെ ഓഡിയോ സെലക്ട് ചെയ്യുന്നത്, ഓഡിയോ വോളിയം കൂട്ടാൻ കുറയ്ക്കാനുള്ളത്. പാർക്ക് ഇലക്ട്രോണിക് പാർക്കാണ്, ഓട്ടോമാറ്റിക് ആയിട്ട് പാർക്ക് മോഡിൽ വീണോളും. റിലീസ് ആവുന്നത് ഓട്ടോമാറ്റിക് ആണ്. ഇത് പിന്നെ സെൻസർ, മറ്റേ നമ്മുടെ കൊളീഷൻ, അങ്ങനെ എല്ലാത്തിനും ഫിസിക്കൽ ബട്ടൺസ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നല്ല അത്യാവശ്യമുള്ള കാര്യങ്ങൾക്കെല്ലാം ഫിസിക്കൽ ബട്ടൺസ് ഉണ്ട്. ബാക്കിയെല്ലാം ത്രൂ വയർലെസ് ചാർജർ സിസ്റ്റം. ഇത് വയർലെസ് ചാർജർ. ഇതാണ് കീ വരുന്നത് അല്ലേ? അതെ. കീ അതിന്റെ ഒരു കവർ ഇട്ടിരിക്കുക. ഒറിജിനൽ കവർ ബ്ലാക്ക് ആണ്. ഓക്കെ. ഇതിന് ഫ്രണ്ട് വാഷ് ഇങ്ങനെ വെക്കണം അല്ലേ? ഇതല്ലേ ഫ്രണ്ട് ലോക്ക് അൺലോക്ക്? പിന്നെന്തൊക്കെയുള്ളത്? ഇങ്ങനെയാണ് ഇത് അൺലോക്ക്, ലോക്ക്. ഇത് നമുക്ക് ഓഫിൽ നമുക്ക് ദൂരെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഡിക്കി ഓപ്പൺ ചെയ്യാം. നമുക്ക് പിന്നെ വലിയൊരു ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. എന്തൊക്കെയാണ് ടച്ച് സ്ക്രീനിന്റെ പ്രത്യേകതകൾ? ടച്ച് സ്ക്രീനിലുള്ള ഒരു നല്ല ഗുണം വെച്ചാൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം ഇങ്ങനെ. മൊത്തത്തിൽ മറ്റേ പോർട്രേറ്റ് ആയിട്ട് ലാൻഡ്സ്കേപ്പ് ഉപയോഗിക്കാം. ഇത് യൂസ്ഫുൾ ആണോ? ഇങ്ങനെ ആക്കാറുണ്ടോ അതോ? അല്ലാതെ നമ്മുടെ മോഡ് ഓഫ് വ്യൂ അനുസരിച്ച് ഏതാണ് 360 ക്യാമറയ്ക്കൊക്കെ മറ്റേ തന്നെ ഇത് നമ്മുടെ ഏത് വ്യൂവിലാണ് നമുക്ക് കാണേണ്ടതെന്നുള്ളതിനനുസരിച്ച്. ഇപ്പം മൂവീസ് ഏതെങ്കിലുമൊക്കെ കാണുമോ, അല്ലെ ഇത് കുത്തി കാണണമെങ്കിലൊക്കെ അങ്ങനെ വരുമ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, നൈസ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് എന്തൊക്കെയാണ്? സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒന്ന് നമ്മുടെ ക്യാമറ മോഡ് സെലക്ട് ചെയ്യാറുണ്ട്. ഇതാണ് ക്യാമറ മോഡ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഡ്രൈവിംഗിലും വർക്ക് ചെയ്യുമല്ലോ? വർക്ക് ചെയ്യും, ഓൺ ഗോയിലും വർക്ക് ചെയ്യും. ഇത് അതിന്റെ സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പുറത്ത് ഫോൺ മ്യൂട്ട് ചെയ്യാനും എടുക്കാനുള്ള മീഡിയ സെക്ഷൻസ്, ഓഡിയോ കുറയ്ക്കാനും കൂട്ടാനും അങ്ങനെയൊക്കെയുള്ള. ഓക്കെ, ക്ലസ്റ്ററിൽ എന്തൊക്കെയാണ് കാണിക്കുന്നത്? ക്ലസ്റ്ററിൽ ടയർ പ്രഷർ, ഗേജ്, റിമൈനിങ് ചാർജ്, കിലോമീറ്റേഴ്സ്, ടോട്ടൽ കിലോമീറ്റർ, ട്രിപ്പ് കിലോമീറ്റർ, അങ്ങനെയുള്ള എല്ലാം ക്ലസ്റ്റേഴ്സ് കാണിക്കും. ഓക്കെ, റണ്ണിങ് കിലോമീറ്റർ, പിന്നെ റിവേഴ്സ്. ഇത് ചെറുതായി പോയി അങ്ങനെ എന്തെങ്കിലും ചിന്ത തോന്നിയിട്ടുണ്ടോ? പക്ഷെ ചെറുതായി നമുക്ക് ആവശ്യമുള്ള വ്യൂ സാധനങ്ങളെല്ലാം. ഇത് ചെറുതായെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇതിന്റെ ആ ഒരു ഗ്യാപ്പിൽ കൂടെ കിട്ടുന്ന വ്യൂനുള്ള സൈസ് അവർ സെലക്ട് ചെയ്തല്ല. അതിപ്പം ഇത്രയൊക്കെ ചെയ്തിട്ട് ഇത് ചെറുതാക്കിയിട്ട് അവർക്ക് എന്തെങ്കിലും മെറ്റീരിയൽ ബെനിഫിറ്റ് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇത് ഈ ഒരു വ്യൂ കിട്ടേണ്ട സയന്റിഫിക് അവരുടെ ഒരു രീതി അങ്ങനെയുള്ള ഒരു അതിനുവേണ്ടി അത് ചെറുതാക്കിയതാന്ന് തോന്നുന്നു. ഓക്കെ, ഇത് മൊത്തം ബ്ലാക്ക് ആണ് വരുന്നത്. ഇത് സെപ്പറേറ്റ് ചെയ്തൊന്നും അല്ലല്ലോ? ഒറിജിനൽ തന്നെ. ഓക്കെ, ഫുൾ ഈ A പില്ലർ ആണെങ്കിലും അങ്ങോട്ടാണെങ്കിലും മൊത്തത്തിൽ ഫുൾ ബ്ലാക്ക് തീമിലാണ് റൂഫൊക്കെ വരുന്നത്. ആൻഡ് സീറ്റിംഗ് കംഫർട്ട് ഒക്കെ എങ്ങനെയുണ്ട്? സീറ്റിംഗ് കംഫർട്ട് ഫ്രണ്ട് സീറ്റ് ഹാപ്പിയാണ്. ബാക്ക് സീറ്റ് വെന്റിലേഷൻ ഉണ്ടോ? ഇതിന് ആദ്യം ഇറങ്ങിയ മോഡൽസിന് സീറ്റ് വെന്റിലേഷൻ ഇല്ല. ഇപ്പൊ ഇറങ്ങുന്ന വേരിയന്റിന് സീറ്റ് വെന്റിലേഷൻ ഉണ്ട്. ഓക്കെ, XUV 700 പോലുള്ള വണ്ടി ഓടിച്ചു, അതിന് വെന്റിലേഷൻ ഉണ്ടായിരുന്നു? ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് ഇതിനകത്തോട്ട് വന്നപ്പോ വെന്റിലേഷൻ ഉള്ള വണ്ടി ഇനി എടുക്കൂ എന്നുള്ള ചിന്ത വന്നു. വെന്റിലേഷൻ യൂസ്ഫുൾ ആയിട്ട് അങ്ങനെ അത് ഭയങ്കര ചൂടുള്ളിടത്തൊക്കെ വണ്ടി
നമ്മൾ കയറുമ്പോഴാണ് സീറ്റ് വെന്റിലേഷന്റെ ആവശ്യം നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഒരുപാട് സെറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും അത് കുറച്ചുകൂടെ യാത്രയിലൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെയുള്ള നമ്മൾ വണ്ടിയെ കയറുന്നതിന് മുമ്പേ 2 മിനിറ്റ് മുമ്പേ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് മുമ്പേ സ്റ്റാർട്ട് കീ വെച്ച് ഓൺ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ഇട്ടേക്കാറുണ്ട്. ഇതിനകത്തിലിപ്പോ വെന്റിലേറ്റഡ് സീറ്റിന്റെ ഒരു ഷോർട്ടേജ് എന്ന് പറയാവുന്നല്ലാതെ ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ചൂടായിട്ടൊന്നും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ നോർമലി ഇലക്ട്രിക് വെഹിക്കിൾസിൽ ഇപ്പം നെക്സോണിലായാലും ഇതിലും ഞാൻ വേറൊരു ഇലക്ട്രിക് ഓടിച്ചതിനകത്തിലും ഒക്കെ ഫീൽ ചെയ്തപ്പം ബിഗിനിങ്ങിൽ കൂളിംഗ് വളരെ പതുക്കെ ആകത്തുള്ളൂ. നമ്മുടെ ഒരു ഐസ് എഞ്ചിൻ വണ്ടീസിനകത്തിലൊക്കെ AC ഒക്കെ ഫുൾ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കൂളിംഗ് ആവും. ഇത് അങ്ങനെ ആകുന്നില്ല ഇലക്ട്രിക് വെഹിക്കിൾസ്. അത് ആ ഒരു വേ ഓഫ് ടെക്നോളജി ആയിരിക്കാം. അത്രയും കൺസ്യൂം ബാറ്ററി പവർ വലിക്കാതിരിക്കാനുള്ള എന്തെങ്കിലും ആയിരിക്കാം. എനിവേ അത് പൊതുവെ ഇലക്ട്രിക് വെഹിക്കിൾസിന് എല്ലാത്തിനകത്തിലും ആ ഒരു ഇതാണ് ഞാൻ കണ്ടേക്കുന്നത്. അതൊരു എനിക്കൊന്നൊരു 10 മിനിറ്റ്സ് ആയാലേ അത്യാവശ്യം നല്ലൊരു തണുപ്പാവുള്ളൂ. അല്ലാതെ പെട്ടെന്നൊരു ഇൻസ്റ്റന്റ് കൂളിംഗ് കിട്ടുന്നില്ല. ഈ വണ്ടിയുടെ ഒരു നെഗറ്റീവ് പറയാൻ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിൽ വരുന്ന കാര്യങ്ങൾ എന്തായിരിക്കും? നമുക്കിപ്പോ നെഗറ്റീവ് കണ്ടുപിടിക്കാം എന്നുള്ള പ്രധാന ഒരു നെഗറ്റീവ് എനിക്ക് എടുത്തു. പക്ഷെ ഇപ്പൊ അത് പരിഹരിച്ചു. വെന്റിലേറ്റഡ് സീറ്റ് ഇല്ലായിരുന്നു, പുതിയ മോഡൽ വന്നു. പിന്നുള്ള ഒരു പ്രധാന കംപ്ലൈന്റ് ഉണ്ടായിരുന്നത് ജിയോ ഫെൻസിങ്. നമുക്ക് ഫോൺ വഴിയൊന്നും നമുക്കിത് ട്രാക്ക് ചെയ്യാനോ ഉള്ളതല്ല. പക്ഷെ അത് ഇപ്പൊ ഒരു പരിപാടിയുണ്ട്. അത് ഓൾറെഡി ഞാൻ അതിന്റെ സിം അപ്ലൈ ചെയ്തു. എനിക്ക് നെക്സ്റ്റ് വീക്ക് അത് കിട്ടും. അത് ഇതിന് ആപ്ലിക്കബിളാ. പിന്നുള്ളൊരു ഷോർട്ടേജ് ഇതിന്റെ സൗണ്ട് സിസ്റ്റം അത്ര പോരാ. പക്ഷെ അതൊരു ഫാക്ടർ അല്ല. നമ്മളൊരു 60-65 മുടക്കി ഞാനത് അപ്ഗ്രേഡ് ചെയ്തു. ചെയ്തു അപ്ഗ്രേഡ് ചെയ്തെന്ന് വെച്ചാല് ട്യൂട്ടേഴ്സ് മാറി, സ്പീക്കേഴ്സ് മാറി, ദെൻ ഡോർ കംപ്ലീറ്റ് ഡാമ്പ് ചെയ്തു. അപ്പോഴത്തേക്ക് സൗണ്ട് ക്വാളിറ്റി നല്ലതായി. അപ്പം ഇതൊക്കെ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളാണ്. നമ്മൾ കൊടുത്ത വിലക്ക് നമ്മുടെ അതുകൂടെ നോക്കണം. അല്ലാതെ നമ്മളിപ്പം ഒരു ബെൻസ് വാങ്ങിച്ചിട്ട് അല്ല മാരുതിയുടെ ഫീച്ചേഴ്സും ബെൻസുമായിട്ട് കമ്പയർ നമ്മൾ കൊടുത്ത പ്രൈസും ഒരു ഫാക്ടർ ആണല്ലോ. BYD Atto 3യുടെ റിയർ സീറ്റ് കംഫർട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. എങ്ങനെ ബാക്കിൽ ഇരുന്ന് യാത്ര ചെയ്യുന്ന ആളല്ലെന്ന് എനിക്കറിയാം, എന്നാലും എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് അത്ര തോന്നിയിട്ടില്ല. പക്ഷേ പ്രശ്നം തോന്നിയ എന്താ? യാത്രയിലുള്ള ആ ഒരു ഫ്രണ്ടിൽ സസ്പെൻഷനിൽ കിട്ടുന്ന ആ ഒരു കംഫർട്ട് എനിക്ക് ബാക്കിൽ തോന്നിയില്ല. അതേ ഉള്ളൂ. ഞാൻ വളരെ ചുരുക്കമേ ബാക്കിൽ ഇരുന്ന് യാത്ര ചെയ്തിട്ടുള്ളൂ. അറിയാം, സ്വാഭാവികം. എന്നാലും പിന്നെ അത്ര കംഫർട്ട് തോന്നിയില്ല. പിന്നെ ആ ഒരു തൈ സപ്പോർട്ട് കുറവാണ്, ഒരു വിങ് ഷേപ്പ് ഇല്ല, അങ്ങനെയൊക്കെയുള്ള ഡ്രോബാക്സ് തോന്നിയുള്ളൂ. പിന്നെ നമ്മൾ അതൊന്നും അത്ര സീരിയസ് ആക്കി എടുത്തിട്ടില്ല. ഫാമിലി യാത്ര ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും ഫാമിലി യാത്ര ചെയ്യുന്ന ഫാമിലിയാ. അല്ല, ബിസിനസ് പർപ്പസ് ആയിട്ട് പോകുമ്പോൾ അങ്ങനെ ഫാമിലി യാത്രയില്ല. എന്നിരുന്നാലും പിന്നെ ഫാമിലി യാത്രകൾക്ക് പോകുന്നതെല്ലാം ബാംഗ്ലൂർ പോയത് ഇതിലാണ്, ലോങ് ട്രിപ്പ് പോകുന്നൊക്കെ ഇതിലാണ്. ഇതിനകത്ത് തലയിടിക്കുന്ന പ്രശ്നം ഒട്ടുമേ ഇല്ല, നല്ല ഹൈറ്റ് ഉണ്ട്. ആകെ പ്രശ്നം നമുക്ക് തോന്നുന്നത് തൈ സപ്പോർട്ട് സെഡാൻ എന്നുള്ള രീതിയിൽ ഒരു ഇച്ചിരി താഴ്ന്നതാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് സീലാൻഡോടുള്ള താല്പര്യം തോന്നാനുള്ളത്. അല്ല, ഇത് സെഡാൻ ടൈപ്പ് അല്ല, SUV ടൈപ്പ് തന്നെ. പക്ഷേ ക്രോസ് ഓവർ ടൈപ്പ് ആണ്. പക്ഷേ EV ആയതുകൊണ്ട് നമുക്ക് ടണലൊന്നുമില്ല, പ്ലെയിൻ ആണ്. 3 പേർക്ക് സുഖമായിട്ട് ഇരിക്കാം. തൈ സപ്പോർട്ട് മാത്രമേ ഉള്ളൊരു പ്രശ്നമായിട്ട് പറയാം. ആൻഡ് നമുക്ക് സീറ്റ് നോക്കുവാണെങ്കിൽ മറ്റേ റേസിംഗ് മോഡൽ സീറ്റാണ്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഹെഡ് റെസ്റ്റ് ഒന്നും. ആൻഡ് ഇവിടെ നമുക്ക് ഇങ്ങനത്തെ ഡിസൈനിലാണ് വരുന്നത്. ഇവിടെ നമുക്ക് AC വെൻസ് വരുന്നുണ്ട്. AC വെൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയാണല്ലേ. നൈസ്, ഇത് കൊള്ളാം. ഇവിടെ BYD ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒരു ടൈപ്പ് സിയും ഒരു USB-Aയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജിങ് ആണല്ലോ അല്ലേ? ടൈപ്പ് സി ഉണ്ടല്ലോ. ഓക്കെ. ആൻഡ് മൂന്നാമത്തെ ആൾക്കും ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് വലിയ കാര്യം. സാധാരണ ഹെഡ് റെസ്റ്റ് ഒന്നും ഇവിടുത്തെ കൊടുക്കാറില്ല. നമുക്ക് ഹാൻഡ് റെസ്റ്റ് മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ഒരാൾക്ക് സുഖമായി ഇരിക്കാം. സെറ്റാണ്. ഇവിടെ ബാക്കി ഇരിക്കുന്നവരിൽ കുഴപ്പമൊന്നുമില്ലാതെ എല്ലാം കംഫർട്ടബിൾ. കുലുക്കം ഫീൽ ചെയ്യുന്നുണ്ടോ? എങ്ങനെ അത് ബോഡി റോളിംഗ് പോലെ? എനിക്ക് തോന്നിയിട്ടുണ്ട്. ബോഡി റോളായിട്ടൊന്നും അങ്ങനെ തോന്നിയില്ല. അപ്പൊ ഇതേ ഉള്ളൂ, ആ ഒരു ഫ്രണ്ടിൽ കിട്ടുന്ന ആ ഒരു അത്ര ഇതിനകത്ത് ബാക്കില് സീറ്റിൽ തോന്നിയിട്ടില്ല. ഓക്കെ, നമുക്ക് വിശാലമായൊരു പനോരമിക് സൺറൂഫ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കത് ഓപ്പൺ ചെയ്യണമെങ്കിൽ എവിടെയാ? ഫ്രണ്ടിൽ. അതൊന്ന് സ്ലൈഡ് ചെയ്തിട്ട്. നൈസ്. ഇത്രയും തുറക്കും അല്ലേ? ഫുള്ള് ഓപ്പൺ ആവും. ഇനിയുണ്ടോ? അത് ഒന്നുകൂടെ പ്രസ് ചെയ്യണ്ട. നൈസ് ഗൈസ്, നല്ല വിശാലമായി തുറക്കുന്ന സൺറൂഫ് ഏരിയ. അത് കൊള്ളാം. അല്ല, ഈ ഫുൾ ഓപ്പൺ ആവും. ഓക്കെ, ഇത് ഇത്ര ഉള്ളൂ. ഇനി തുറക്കും? അത് തുറക്കും. ഫുൾ ഓപ്പൺ ആവും. മൂൺ റൂഫ് എന്നുള്ള രീതിയിൽ. സൺറൂഫ് ഉപയോഗിക്കുന്ന ആളാണോ? ഇല്ല, വളരെ. വണ്ടിയിൽ ടെക് ഇഷ്ടമാണോ? ഐ മീൻ ടെക്നോളജി ഉള്ള വണ്ടികൾ മാത്രമേ നോക്കിയെടുക്കത്തുള്ളൂ? അല്ല, ഇപ്പോഴത്തെ കാലത്ത് ഇപ്പൊ 360 ഡിഗ്രി ക്യാമറ, ADAS ഫീച്ചേഴ്സ്, ഇതൊക്കെ വേണം എന്നുള്ളത് കൊണ്ടാണല്ലോ ഇതിലിട്ട് വന്നില്ല. അല്ലെങ്കിൽ സെൽട്ടോസ് കിയോയിലും ഒക്കെ മതിയായിരുന്നല്ലോ. അതാ ടെക്നോളജി വേണം, അതാ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലുമാണ്, ഉപയോഗിക്കുന്ന കൂട്ടത്തിലുമാണ്. അങ്ങനെ. അപ്പോൾ ഒരു വണ്ടി സെലക്ട് ചെയ്യുന്ന സമയത്ത് ടെക് നോക്കും,
ഫീച്ചേഴ്സ് നോക്കും, വണ്ടിയുടെ പെർഫോമൻസ് നോക്കും, കംഫോർട്ട് നോക്കും, ബഡ്ജറ്റ് നോക്കും. ബഡ്ജറ്റ് നോക്കും, നമ്മുടെ പോക്കറ്റിൽ ബഡ്ജറ്റ് നോക്കും. സൈബർസ്റ്റർ ബുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ബഡ്ജറ്റ് നോക്കുമോ? സൈബർസ്റ്റർ ഇറ്റ്സ് ഡിഫറെന്റ്. എന്താ ഒരു 2012 കേരളത്തിലെ ഫസ്റ്റ് കൺവെർട്ടബിൾ BMW 330D ഞാൻ ഡെലിവറി എടുത്തത്. കയ്യിലുണ്ടായതല്ലേ? എൻ്റെ ഉണ്ടായിരുന്നു, 3 years ഉണ്ടായിരുന്നു. 330D ഫസ്റ്റ് ഡെലിവറി കേരള ഞാൻ എടുത്തത്, ഡീസൽ വേരിയന്റ്. അതായത് മറ്റേ നമ്മുടെ M3, നമ്മുടെ അറവുകാടിൽ ഒരു ഫിലിംസ് ഉണ്ടല്ലോ, നമ്മുടെ പോക്കരി രാജ സിനിമയ്ക്കകത്തൊക്കെ ഉള്ള അത് പെട്രോൾ വേരിയന്റ് ആണ്. മുളകുപാടം ഫിലിംസ് അത് പെട്രോൾ വേരിയന്റ് ആണ്. അതിന്റെ ആ ടൈപ്പ് തന്നെ ഡീസൽ വേരിയന്റ് ഇറങ്ങി, അത് ഞാൻ എടുത്തത്. ഹാർഡ് ടോപ്പ് ആയിട്ടുള്ള കൺവെർട്ടബിൾ. സാധാരണ കൺവെർട്ടബിളില് പിന്നെ സോഫ്റ്റ് ടോപ്പ് ആണ് വരുന്നത്, ഇത് ഹാർഡ് ടോപ്പ് ആണ്. അത് ഞാൻ ഫസ്റ്റ് ഡെലിവറി ഞാനായിരുന്നു. അപ്പൊ കൺവെർട്ടബിൾ വണ്ടിയോട് ഇഷ്ടമുണ്ടായിരുന്നു 100%. അതുകൊണ്ടുള്ള താറിലേക്കും പോയത്. കൺവെർട്ടബിൾ ആയിരുന്നു ആദ്യം എടുത്തത്, അത് കഴിഞ്ഞെടുത്തതാണ് ഹാർഡ് ടോപ്പ് എടുത്തത്. ഓക്കെ. അപ്പൊ സൈബർസ്റ്ററിലോട്ട് വരാനുള്ള കാരണം ഒന്ന് EV, രണ്ടാമത്തേത് ഈ സൈബർസ്റ്റർ നമ്മൾ വളരെ മനസ്സിൽ സൂക്ഷിച്ചേക്കുന്ന കാര്യം, പുറത്ത് പറഞ്ഞിട്ടില്ല. ഇതൊന്നും TV വരുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊന്നും പുറത്ത് പറയാനുള്ള ഉദ്ദേശ സാധനമല്ല. അതൊക്കെ അവിടെ കട്ട് ചെയ്ത് മാറ്റി വെക്കുക, എല്ലാം അവസാനം പറഞ്ഞാൽ മതി. നല്ല പിന്നീട് മനസ്സിന്റെ ഒരു കോണിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന സാധനം. അതൊക്കെ സർപ്രൈസ് ആയിട്ടൊരു സുപ്രഭാതത്തിൽ മാവേലിക്കരെ കൂടെ പോകുമ്പോഴേ ആൾക്കാർ കാണാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആലപ്പുഴയിലെ ഫസ്റ്റ് വണ്ടി ഇതായിരിക്കും. മാവേലിക്കരല്ല, ആലപ്പുഴയിലെ ഫസ്റ്റ് വണ്ടി ഇതായിരിക്കും. ദൈവം സഹായിച്ചാൽ എടുക്കാൻ പറ്റട്ടെ, പ്രാർത്ഥിക്കാം. ആഗ്രഹം അല്ല, അത് എടുക്കാൻ പറ്റട്ടെ, അതിന്റെ റിവ്യൂ എനിക്കും എടുക്കാൻ പറ്റട്ടെ. അല്ല, അതിനകത്ത് അതിന്റെ ഫീച്ചേഴ്സ് കണ്ടിട്ട് ഏറ്റവും കൂടുതൽ ഇംപ്രസ് ആയ സാധനം എന്തായിരുന്നു അതിലെ ഫീച്ചർ? കൺവെർട്ടബിൾ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഫീച്ചർ. സെക്കൻഡ് ഇലക്ട്രിക് സ്പോർട്സ് വെഹിക്കിൾ മതി 100. അതിൽ കൂടുതൽ ഈ സാധാരണ സ്പോർട്സ് വെഹിക്കിൾസിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണക്കാരുടെ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ അതിന്റെ ഈ സർവീസ് കോസ്റ്റ് ആണ് നമുക്ക് സഹിക്കാൻ പറ്റും. ഇത് ഇലക്ട്രിക് ആയതുകൊണ്ട് നമുക്ക് അതില്ല, ഒന്നും നോക്കണ്ട. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ നോക്കി. ആ പെർഫോമൻസ് കിട്ടും. ഒരു സ്പോർട്സ് കാർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സർവീസ് കോസ്റ്റ് ഇച്ചിരി ഭയങ്കര എക്സ്പെൻസീവ്, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാതെ. എങ്ങനെയും വണ്ടി എടുക്കാം, ഒരു പ്രീമിയം വണ്ടി, പക്ഷെ ഇത് കഴിഞ്ഞ് ഇതിന്റെ സർവീസ് ആണ് നമുക്ക് അഫോർഡബിൾ അല്ല. അതുകൊണ്ട് ഇലക്ട്രിക്കൽ ഒരു സ്പോർട്സ് വന്നപ്പോൾ ആദ്യമേ അതിന് ഒന്ന് കൊടുത്തു. പിന്നെ സർവകലാശാല സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ ഈ 4ാം ക്ലാസ്സിൽ നമ്മൾ ഉരുട്ടിക്കൊണ്ട് കിടക്കുന്ന ടയറിലുള്ള വണ്ടി 10ാം ക്ലാസ്സിൽ കിട്ടിയാൽ നമ്മളെ കൊണ്ട് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. ആവുന്ന സമയത്ത് ഇതൊക്കെ ഉപയോഗിക്കുക. പണിയും കുത്തിപ്പിടിച്ച് നടക്കുന്ന കാര്യത്തിൽ അല്ല, നടക്കട്ടെ, ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. ആൻഡ് നമുക്ക് ഇവിടെ നോക്കുമ്പോ ഇങ്ങനെയൊക്കെയാണല്ലേ? ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര ക്വാളിറ്റിയാണ് ഈ സാധനത്തിൽ കേട്ടോ. അത് കൊള്ളാം. ഇതൊക്കെ സാധാരണ ഫിസിക്കൽ ബട്ടൺസ് ആണ് മിക്ക വണ്ടികളുടെ ഈ പ്രൈസ് റേഞ്ചിലുള്ളത്. അത്യാവശ്യം എല്ലാത്തിനും നല്ല ക്വാളിറ്റി ഉണ്ട്. ഇവിടെ ആണെങ്കിലും നമുക്ക് നോക്കുകയാണെങ്കിലും ഇവിടെ പിടിക്കാനുള്ള ഗ്രാബ് ഹാൻഡിൽസും ഡോറിന്റെയും സ്പീക്കറിന്റെ രണ്ടാമത് അപ്ഗ്രേഡ് ചെയ്തപ്പോൾ എത്ര രൂപയെന്ന് പറഞ്ഞതിന്? അതൊന്നും ഞാൻ ടെക്നിക്കലി അത്ര സബ്ബൊക്കെ വെച്ചിട്ടുണ്ട്. എങ്ങനെ? അത് ഇല്ല, സബ്ബൊന്നും ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണം. ഇത് ഇതിനകത്തിലെ മെയിൻ ഒരു സൗണ്ടിന്റെ പ്രശ്നം ഫീൽ ചെയ്ത് ബേസ് ആയിട്ടുള്ള സൗണ്ടിന്റെ ക്ലാരിറ്റി കുറവുണ്ട്. ഇതിനകത്തിലെ ഏക പ്രശ്നം എന്താ, ഇത് നേരത്തെ ഞാൻ കിയ സെൽറ്റോസ് അതിന്റെ സൗണ്ട് ക്ലാരിറ്റി ഒക്കെ നല്ല പെർഫെക്റ്റ്, ബോസിന്റെ. അപ്പൊ അതൊക്കെ യൂസ് ചെയ്തിട്ട് പിന്നെ 700 യൂസ് ചെയ്തിട്ട് ഇതിനകത്തിലെ സൗണ്ട് സിസ്റ്റത്തിൽ വന്നപ്പോ ഭയങ്കര ഒരു പരാതി തോന്നി. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ പിന്നെ കൊണ്ടുപോയി എന്റെ സ്പീക്കേഴ്സ് മാറി, ട്യൂട്ടർ മാറി, ഡാമ്പ് ചെയ്തു. ആ സൗണ്ടിന്റെ ക്ലാരിറ്റി ഓക്കെ, ആ ബേസ് നല്ല ക്ലിയർ ആയിട്ട് വെച്ചാൽ ഇലക്ട്രിക് വണ്ടിയിൽ ഏറ്റവും സുഖം വെച്ചാൽ വണ്ടി സൈലന്റ്. അപ്പൊ പാട്ട് ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാം. ഈവൻ നൈറ്റ് ഡ്രൈവിലാണ് ഏറ്റവും കൂടുതൽ വണ്ടി ഭയങ്കര സൈലന്റ്, റോഡിൽ ഇല്ല. സോങ്സിന്റെ ആ മൂഡ് അനുസരിച്ച് നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ ഏറ്റവും നല്ലത് ഒരു ക്ലാരിറ്റി സൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അത്രേ ഞാൻ ഉദ്ദേശിച്ചല്ല. അതൊരു ഹൈഫൈ ഭും ഭും വീഡിയോ ഒന്നും നമുക്ക് വേണ്ട. നമുക്ക് ഒരു മ്യൂസിക് എൻജോയ് ചെയ്യാനുള്ള ഒരു നല്ല ക്ലാരിറ്റി സൗണ്ട് വേണം. ആ ഒരു ബഡ്ജറ്റിൽ ഞാനൊരു 55-60 ആ റേഞ്ചാണ്. ഉണ്ട് 3 lakhs 4 lakhs ഉണ്ട്, പക്ഷെ നമുക്ക് അതിനോടൊന്നും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ഓക്കെ. ആൻഡ് നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ഫ്രണ്ടിലെ ഡാഷ്ബോർഡിലോട്ട് നോക്കുമ്പോൾ ഈ കാഴ്ചയാണ് കാണുന്നത്. എനിക്ക് എൻ്റെ ക്യാമറ യൂണിറ്റ് സംഭവങ്ങൾ ഇഷ്ടപ്പെട്ടു. നല്ല വൈഡായിട്ട് എല്ലാം നമുക്ക് 360 കാണാൻ സാധിക്കും. സ്റ്റിയറിങ്ങും നൈസാണ്, ഒരു പ്രത്യേക യുണീക്ക് ഫീലിലുള്ളൊരു ഈ പറയുന്ന മസിൽ ഫീലാണ് അല്ലേ, ഒരു
ഇങ്ങനെ ഡിസൈൻ ഡോറിന്റെ പാഡിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അമേരിക്കൻ ടച്ചിലുള്ള ഒരു മസിൽ കാറിലൊക്കെ ഉള്ള പോലത്തെ ഒരു ഡിസൈൻ ആണ്. നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡിലോട്ട് പോകാം. ഓക്കെ, നമുക്ക് ഈ കാറിന്റെ ബാക്ക് സൈഡിലോട്ട് വരുമ്പോൾ ഇതിന്റെ ലുക്ക് ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചു, ഒരു പ്രത്യേക അഴുകാണെന്ന് ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് ഈ വണ്ടിയുടെ സർവീസ് കോസ്റ്റിനെ പറ്റി അറിയണം. ഇപ്പോൾ അറൗണ്ട് 37,000. ഓക്കെ, സർവീസ് കോസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? ഇലക്ട്രിക് വെഹിക്കിൾസിന് പൊതുവെ സർവീസ് കോസ്റ്റ് കുറവാണ്. ഇല്ല, എന്താണ് ഇതിനകത്തിൽ അങ്ങനെ മറ്റേ എൻജിൻസോ അല്ല ഒന്നും ഇല്ല. പിന്നെ വേറെ ആൻഡ് റെയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ഇതിപ്പം അണ്ടർ വാറന്റിയാ 30യുടെ സർവീസ് കഴിഞ്ഞു. മൂന്നാമത്തെ സർവീസ് കഴിഞ്ഞു. ഓരോ 10,000 20 ഉള്ളൂ. ആദ്യം 10 കഴിഞ്ഞ പിന്നെ 20 ഉള്ളൂ. 20 ഈച്ച് ആണ്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ കഴിഞ്ഞു. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കഴിഞ്ഞു. അപ്പൊ തേർഡിൽ എത്ര രൂപയായി? 1,500 2,000 അല്ലെങ്കിൽ 3,000. മോട്ടോർ ഓയിലോ അങ്ങനെ സാധനം ഉണ്ടല്ലോ, അതൊക്കെ വളരെ അത്ര ചാർജസ് ഒന്നും എനിക്ക് തോന്നുന്നില്ല. 4,000 രൂപ താഴെ കണ്ടേ. പിന്നെ വല്ല AC വെൻസ് ക്ലീനിങ്ങോ ഫിൽറ്ററോ അങ്ങനെയൊക്കെ ഉള്ളതല്ലാതെ വലിയൊരു എക്സ്പെൻസീവ് ആയിട്ട് തോന്നില്ലേ. ഏറ്റവും വലിയ ഗുണം ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ സർവീസ് കോസ്റ്റ് എന്നുള്ളതാ. പിന്നെ 37 ലക്ഷം രൂപ വണ്ടിക്ക് അത് വളരെ കുറവ്. ഇലക്ട്രിക് വെഹിക്കിൾസ് ഏതിനായാലും കുറവ്. ഇപ്പൊ വോൾവോയുടെ ഒക്കെ ആണെങ്കിലും എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു എത്രയോ വർഷം കണ്ട് ടോട്ടലി ഫ്രീ ഒന്നും വേണ്ട. അന്ന് C40 XC40 നോക്കുമ്പോഴേ അവരെന്തോ ഒരു പാക്കേജ് ഉണ്ടായിരുന്നു. അതൊരു ഇഷ്യൂ അല്ല. ഇലക്ട്രിക് വെഹിക്കിൾസ് സർവീസ് കോസ്റ്റ് ഒരു ഇഷ്യൂ അല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ടാറ്റയുടെ സർവീസും BYDയുടെ സർവീസും വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാം. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? BYD രണ്ടും ആനയാടുമ്പോഴുള്ള ടാറ്റയുടെ സർവീസിനെ പറ്റിയൊന്നും നമ്മൾ കംപ്ലൈന്റ് ആയിട്ട് പറയുമല്ല. ആ ടെക്നോളജിയുടെ പ്രശ്നമല്ല. അല്ലാതിപ്പം സർവീസ് ചെയ്യുന്നവരുടെ കുഴപ്പമല്ല. അവർക്ക് കൊടുക്കുന്നതല്ല അവർക്ക് തരാൻ പറ്റത്തുള്ളൂ. ഒരു ബാറ്ററി ടെക്നോളജിയിൽ ബാറ്ററി ഡ്രോപ്പ് വരുന്ന പറഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോക്കാൻ ചെക്ക് ചെയ്യാന്ന് പറയും. പിന്നെ പണ്ടത്തെ വർക്ക്ഷോപ്പുകാർ പറയുന്നത് സാറേ അത് ഓട്ടത്തിൽ ശരിയായിക്കോളും എന്ന് പറഞ്ഞു വിടും. നമ്മള് പിന്നെ കുറെ ഓടി കഴിയുമ്പോൾ കംപ്ലൈന്റ് നമുക്ക് എന്തൊന്നും വർക്ക്ഷോപ്പിൽ പോകാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ ആ വഴിക്ക് പോകാതിരിക്കുക, അടുത്ത വഴിയെ പോവുക എന്നുള്ളതേ നമ്മൾ ചിന്തിച്ചു. അല്ല, ടാറ്റയുടെ ഭാഗത്തുനിന്ന് സർവീസ് സെന്ററിൽ നിന്ന് എന്തെങ്കിലും മോശം അനുഭവം അല്ലെങ്കിൽ എല്ലാം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും 65,000 കിലോമീറ്റർ സർവീസ് ചെയ്തപ്പോഴും അങ്ങനെ മോശം സർവീസ് ഒന്നും ഇല്ല. പിന്നെ ഈ കംപ്ലൈന്റ് പറയുന്ന ഒന്നും മാറി കിട്ടാറില്ല. അതാ ഇപ്പോഴും ആ കംപ്ലൈന്റ് ആയിട്ട് എന്നും കിടക്കുന്നത്. അതിനിപ്പോ എന്താ മേജർ ആയിട്ടൊരു കംപ്ലൈന്റ് തോന്നുന്നേ? ചാർജ് ഡ്രോപ്പ് ഡ്രോപ്പ് പിന്നെ ഓവർ ഹീറ്റിംഗ് ആണ്. നമ്മൾ ചാർജ് ചെയ്യാൻ കുത്തുമ്പോൾ ബാറ്ററി ഓവർ ഹീറ്റ് എന്ന് പറയും. നമ്മളിപ്പോ ഒരു ലോങ് ഡ്രൈവ് പോവാണ്, കംപ്ലീറ്റ് ഓൾമോസ്റ്റ് ഒരു 10%-ലൊക്കെ ആയി. നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാൻ എവിടെയെങ്കിലും കൊണ്ട് ചാർജ് സ്റ്റേഷൻ കുത്തിയാൽ ചാർജ് കയറത്തില്ല, ഓവർ ഹീറ്റ് എന്ന് പറഞ്ഞ് കാണിക്കും. വണ്ടി ഒരു 3-4 hours എങ്കിലും കൂൾ ഡൗൺ ആയാലേ ചാർജ് കയറത്തുള്ളൂ. ഇത് പല പ്രാവശ്യം സർവീസിന് ചെല്ലുമ്പോൾ കൊടുത്തു പറയുന്നത് സാർ അത് കംപ്ലൈന്റ് ഒന്നും ഇല്ല, ശരിയാ മാറിയിട്ടുണ്ട്, പ്രശ്നമൊന്നുമില്ല. പിന്നെ അതേ തന്നെ കണ്ടീഷൻ. എവിടെയെങ്കിലും ദൂരയാത്ര പോകാതെ പിന്നെ ഇത് അവരെ കൊണ്ട് കാണിക്കാൻ പറ്റത്തില്ല. ഇതിപ്പം അല്ല പിന്നെ അവരെ കൊണ്ട് 300 കിലോമീറ്റർ ഓടണം ഞാൻ ഇത് കാണിക്കാനായിട്ട്. അതൊന്നും പ്രാക്ടിക്കൽ. ടാറ്റയുടെ സർവീസ് എവിടെ കൊടുക്കുന്നത്? ആദ്യം NCS-ലായിരുന്നു. പക്ഷെ അതിപ്പം എറണാകുളം അങ്ങനെയൊക്കെ ഉള്ളൂ. മെയിൻ സെന്ററിലെ പോകത്തുള്ളൂ. അത്രേ ഉള്ളൂ. നമുക്ക് എപ്പോഴും യാത്ര എറണാകുളത്ത് കാണും. അപ്പൊ അവിടെ BYD കൊച്ചിയിലായിരിക്കുമല്ലോ. എറണാകുളത്ത് എങ്ങനെയുണ്ട് അവരുടെ പെരുമാറ്റം സംഭവങ്ങളൊക്കെ? പെർഫെക്റ്റ്, അടിപൊളിയാണ്. ഒരു പ്രീമിയം സെറ്റപ്പ് ആണ്. അതെ, അവരാ പ്രീമിയം വെഹിക്കിൾസ് ഡീൽ ചെയ്യുന്നതുകൊണ്ട് അതിന് അതിൻ്റെതായ ഒരു ഇതുണ്ട്. ഞങ്ങൾ ആംഗിൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളിച്ചു. ഓക്കെ, ഇനി എൻ്റെ മെയിൻ ചോദ്യം, ഒരു 6 മാസം മുമ്പ് മഹീന്ദ്ര 2 വണ്ടികളെ കൊണ്ട് ഇറക്കി വിട്ടിരുന്നു. ആ വണ്ടികളെ കുറിച്ച് അഭിപ്രായം എന്താ? നോക്കിയായിരുന്നു? B6 ആദ്യം ബുക്ക് ചെയ്തിരുന്നു. ഫസ്റ്റ് ലോട്ടിൽ വണ്ടിയും വന്നു. ഞാൻ ചായക്കട വെച്ച് പരിചയപ്പെടുന്ന ആ സമയത്തിനോട് പറഞ്ഞു B6 ബുക്ക് ചെയ്തിട്ടുണ്ട്, ഒരു ഓറഞ്ച് വരും. ഞാൻ കൊള്ളാമല്ല. ആദ്യത്തെ ഇറങ്ങിയ സമയത്തായിരുന്നു. പിന്നെ എന്തുകൊണ്ട് B6 മാറ്റി? 2-3 റീസൺസ് ഉണ്ട്. എനിക്ക് ആ റീസൺ അറിയാം. ഒന്ന്, B6 ആദ്യം ഓറഞ്ച് കളർ ആദ്യത്തെ ലോട്ടിൽ വന്നില്ല. അവര് വളരെ റെയർ കളർ ആയതുകൊണ്ട് നെക്സ്റ്റ് ലോട്ടിലേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഓൾറെഡി ഒരു കുറച്ച് വണ്ടി ഇറങ്ങി റോഡിലേക്ക് ആൾക്കാർ കണ്ടു. നമ്മുടെ ഒരു ആഗ്രഹം ഇത് ഇറങ്ങുമ്പോൾ ആദ്യം റോഡിൽ ഇറങ്ങണം. അപ്പൊ ആ ഒരു ഭ്രാന്ത് ഒന്ന് ചവിച്ചിരുന്നപ്പോഴാണ് ഈ ഇറങ്ങിയവരുടെ ഒക്കെ കംപ്ലൈൻസ്, ഈ സോഫ്റ്റ്വെയർ ബഗിന്റെ ഇഷ്യൂസ്. അത് പരമാർത്ഥമാണ്. കാരണം എനിക്ക് 700 ഞാൻ ഫേസ് ചെയ്ത ഇല്ലാതൊക്കെ ചില സമയത്ത് ബഗ് വന്നിട്ട് ഇത് നമ്മുടെ മോട്ടർ കംപ്ലീറ്റ് അങ്ങ് ഓഫ് ആവും. നമുക്ക് റിവേഴ്സ് ക്യാമറ ഒന്നും കാണാൻ പറ്റില്ല. വണ്ടി ഓടും, സ്റ്റാർട്ട് ആവും,
പിന്നെ അതുകൊണ്ട് എറണാകുളത്ത് പോകണം, ഒരു ദിവസം അവിടെ നിന്ന് ശരിയാക്കി അടുത്ത ദിവസം തിരിച്ചു വരും, അങ്ങനെ ശരിയാക്കി ഇങ്ങ് വരും. അപ്പം ഈ സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഒരു മെയിൻ പ്രശ്നമാണ് ലേറ്റസ്റ്റ് വണ്ടിയിൽ. അപ്പോൾ B6-ൽ ഒരുപാട് സോഫ്റ്റ്വെയർ ഇഷ്യൂസ് പലരും പറഞ്ഞു കേട്ടു. അപ്പോൾ ഞാനും വിചാരിച്ചെന്നാൽ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒരു 3-4 months കഴിഞ്ഞിട്ട് അതിൻ്റെ ഇഷ്യൂസൊക്കെ മാറിയിട്ട് എടുക്കാം എന്ന് വരുന്നപ്പോഴാണ് നമ്മുടെ അടുത്ത സാധനത്തിന്റെ ലോഞ്ച് അനൗൺസ് ചെയ്ത് സൈബർസ്റ്റർ. പിന്നെ B6 എടുത്താൽ പിന്നെ സൈബർസ്റ്റർ പുറമെ നടക്കത്തില്ല, അപ്പൊ പിന്നെ അത് ഹോൾഡ് ചെയ്തു. അങ്ങനെ കാര്യം. പിന്നെ അന്ന് വണ്ടി എടുത്താലും നമ്മുടെ നമ്പറിന്റെ ടേൺ ആകത്തില്ല. നമ്മുടെ വണ്ടിക്ക് എല്ലാ വണ്ടിക്കും ഒരു നമ്പർ പ്ലേറ്റിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്, ഒരു നമ്പറിലാണ്. എന്താണ് നമ്പർ? നമ്പർ അല്ല, മാക്സിമം ശ്രമിക്കുന്ന ആ നമ്പറാണ്. അതെ, 1 നമ്പർ ആയിരിക്കും കൂടുതൽ. നമ്പർ തന്നെയാണ്. പിന്നെ അത് കിട്ടിയില്ല ഡബിൾ വൺ എടുക്കും, അല്ലെങ്കിൽ ഇല്ല 4-1. ഞാൻ ഈ ഇടയ്ക്ക് മാവേലിക്കര ജംഗ്ഷൻ ചെയ്യുന്ന സമയത്ത് ഒരു എക്കോ കണ്ടു, അതിന്റെ നമ്പർ 111. എക്കോയ്ക്ക് ഫാൻസി നമ്പർ എടുക്കും. അത് ഫാൻസ് വലിയ തുകയുള്ളതില്ല. ആ സമയം എന്നാലും ഇപ്പൊ പിടിയില്ലേ? നമ്മുടെ രജിസ്ട്രേഷൻ വണ്ടികളെല്ലാം ആ സീരീസ്. ഓക്കെ, അപ്പൊ മാവേലിക്കര അത് വരുന്നവരെ വെയിറ്റ് ചെയ്യും. അത് വെയിറ്റ്, ആ ടേണിലാണ് വണ്ടി എടുക്കുന്നത്. നോർമലി ആ ടേണിലാണ് എടുക്കുന്നത്. ഇപ്പോഴും സൈബർസ്റ്റർ ആ ടേണിലേക്കേ വരത്തുള്ളൂ. ഓഹോ, ദീർഘവീക്ഷണം. ഓക്കെ. അല്ല, ആ മഹീന്ദ്രയുടെ വണ്ടിയിലോട്ട് പെട്ടെന്ന് അതിനകത്തോട്ട് ഒരു ക്രഷ് അടിക്കാൻ എന്ത് കണ്ടപ്പോഴാണ്? അപ്പിയറൻസ്, റോഡ് പ്രസൻസ് ഭയങ്കര. പക്ഷെ ഇന്റീരിയർ അത്ര അങ്ങോട്ട് ഹാപ്പി അല്ല. ഡ്രൈവ് ചെയ്തിട്ട് എനിക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല. ഇതിന്റെ അത്രയും തോന്നിയില്ല. കുറച്ചുകൂടി ഒരു ബമ്പി ഫീൽ ഉണ്ട്. ഭയങ്കര ഫീൽ ഉണ്ട്. ഒരു SUV വണ്ടിയിൽ ഓടിക്കുന്ന ഒരു ബാക്ക്, അത് റയർ വീൽ ഡ്രൈവ് ആണ്. ഇത്രയും ഒരു സ്മൂത്ത്നെസ് അതിന് കിട്ടിയില്ല. പക്ഷെ അതിനെക്കാട്ടി ഓവർടേക്ക് ചെയ്യുന്ന അതിന്റെ റോഡ് പ്രസൻസ്, അതിന്റെ കാഴ്ച, ഒരു ബഹിരാകാശ പേടകം ഇറങ്ങിപ്പോകുന്ന ഒരു ഫീല്. അതിനോട് ഭ്രാന്ത് മാറിയിട്ടില്ല. പറ്റത്തില്ല. മഹീന്ദ്ര കൊടുത്തിട്ട് താറൊന്ന് ഡിസ്പോസ് ചെയ്യാൻ ഐഡിയ. താറ് കൊടുക്കുവാണെങ്കിൽ B6 എടുക്കും. ഇതിന്റെ റാലി എഡിഷൻ ഒക്കെ വരുന്നുണ്ടെന്ന് പറയുന്നത്. താറിന്റെ അല്ല, ഇതിന്റെ B6-ന്റെ റാലി എഡിഷൻ വരുന്നുണ്ട്. കുറച്ചുകൂടെ ലുക്കൊക്കെ ഒന്ന് മാറ്റി ഒരു ഓഫ് റോഡ് ടൈപ്പ് പോലത്തെ ലുക്ക്. അതിനിപ്പോ നല്ല ലുക്ക് ഇറങ്ങുന്നുണ്ട്. ഒരു വീലൊക്കെ മാറ്റിയിട്ട് റാലി എഡിഷൻ. അത് ഓൾറെഡി ആദ്യം ഉണ്ടായിരുന്നല്ലോ. 20 ഇഞ്ച് ഇല്ലല്ലോ. ഇല്ല, 19 ഇഞ്ച് മാത്രം. 20 ഇഞ്ചാ ഞാനും ബുക്ക് ചെയ്തു. പക്ഷെ അവരൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ 19 ഇഞ്ച് 20 ഇഞ്ചാ ഞാനും കാണിച്ചു. ഞാൻ ഇവിടെ കണ്ടിരുന്നു, എക്സ്പോ കണ്ടിരുന്നു. 20 ഇഞ്ച് വീലിന് ഭയങ്കര ലുക്കാണ്, ഭയങ്കര സൈസ്. അതിന്റെ XCV നോക്കിയായിരുന്നോ? XCV 90 നോക്കി. പക്ഷെ എനിക്ക് അതിനോട് താല്പര്യം തോന്നിയില്ല. കാരണം ഫാമിലി കാർ എന്നുള്ള രീതിയിൽ നോക്കുമ്പോ അത് ഓക്കെയാ. ഇത് കുറച്ച് ലുക്ക് വൈസ് ബെറ്റർ. മറ്റേത് ഭയങ്കര സൈസ് ഉണ്ട്, ഒരു ടെമ്പോ ട്രാവലർ ലെങ്ത് ഉണ്ട്. നോർമലി ഇല്ല, അതൊരു ഫീൽ അല്ല. പിന്നെ ലെങ്തോ സൈസോ നമുക്കൊരു പ്രശ്നമല്ല. ഡ്രൈവിൽ അതൊന്നും അറിയത്തില്ല. പക്ഷെ നമുക്ക് അതിന്റെ കൂടുതലും ഞാൻ 1 അല്ല 2 പേര് മാക്സിമം ഡ്രൈവ് കൂടുതലും കാണത്തുള്ളൂ. അല്ലപ്പോ പിന്നെ ഈ 7 സീറ്റ് 700 കൊടുക്കാനുള്ള കാരണം ഒരു പരിധി വരെ 7 സീറ്റർ വണ്ടിയുടെ ആവശ്യമില്ല. ഒറ്റയ്ക്ക് 7 സീറ്റർ വണ്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 7 പേര് ഇരുന്ന ലഗേജ് വെക്കണ വേറെ വണ്ടി വേണം. സെയിം തന്നെ സംഭവം. ഇത് 5 സീറ്റ് ആണെങ്കിൽ തന്നെ ഡിക്കിക്ക് അധികം സ്ഥലമുണ്ട്. മറ്റേതിനകത്ത് 5 പേര് ഇരുന്നാൽ ഡിക്കിക്ക് സ്ഥലം വെക്കാം. ഇതിനകത്ത് 700 അല്ല 7 സീറ്ററിനകത്ത് 7 പേര് കയറിയ ഡിക്കിയിൽ വെക്കാൻ സീറ്റ് നമ്മൾ കാരിയർ വെച്ച് ബാഗൊക്കെ മേളിൽ വെച്ച് കിട്ടുന്നത്. ഓക്കെ. മറ്റേ നെക്സോണിന്റെ മുകളിൽ ബോക്സ് വെച്ചിട്ടുണ്ടല്ലേ? ഒരു പെൻഡയർ വെച്ചിട്ടുണ്ട്. നമുക്ക് പ്രോഗ്രാമിന് പോകുമ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുപോകും. അതെങ്ങനെ സ്പീഡിൽ പോകുന്ന സമയത്ത് എയർ പിടിക്കുക അങ്ങനത്തെ ഹൗളിംഗ് സൗണ്ട് നമുക്ക് ഇങ്ങനെ സൗണ്ടേ ഉള്ളൂ, അല്ലാതെ വണ്ടിക്ക് ഒന്നുമില്ല. ഒരു ചെറിയ ഒരു എയർ ഫ്ലോ സൗണ്ട് നമുക്ക് കേൾക്കാം, ഒരു സൗണ്ട് കേൾക്കാം. ഓക്കെ. അപ്പോൾ ഇനിയും ഒരു ഇലക്ട്രിക് വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ സൈബർസ്റ്റർ അവിടെ നിൽക്കട്ടെ, സീലിയൻ 7 അവിടെ നിൽക്കട്ടെ, മഹീന്ദ്ര, ടാറ്റ എന്നീ കമ്പനികൾ നോക്കുമ്പോൾ ടാറ്റയുടെ വണ്ടികൾ ഇപ്പം പുതിയ വണ്ടികൾ കുറേ വരുന്നുണ്ട്. ഇപ്പം കെറോ ഇറങ്ങി, അല്ലെങ്കിൽ ഇപ്പം ഹാരിയർ ഇറങ്ങി. ഹാരിയറൊക്കെ കണ്ടിട്ട് എങ്ങനെ ഒരു ഇതെല്ലാം ഹാരിയറിനോടൊന്നും ഒരു താല്പര്യം ഇതുവരെ തോന്നിയില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. BYD കയ്യിരിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് മാത്രമല്ല, ടാറ്റയിൽ നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് വന്നത് കൊണ്ട് ഇല്ല. ടാറ്റയിൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഈ ടാറ്റ ടെക്നോളജി ഒരുപാട് മാറിക്കൊണ്ടിരിക്കുക. ഇപ്പം മറ്റേ പുതിയ വേരിയന്റ് ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പൊ ഇറങ്ങിയ ഹാരിയറിലൊക്കെ വേറെ പുതിയ മോഡൽ ബാറ്ററിയാണ്. ബാറ്ററി ആണെങ്കിലും അതിന്റെ ഷേപ്പ് എനിക്ക് അത്ര അങ്ങോട്ട് ആയിട്ടില്ല. അതിനെക്കാട്ടി ബെറ്റർ ആയിട്ടുള്ള സിയറ ഇറങ്ങുവാണെങ്കിൽ അതിന് താല്പര്യമുണ്ട്. സിയറ ഒരു പ്രത്യേക ഒരു പണ്ടത്തെ ചെറുതായിട്ടൊന്ന് കീപ്പ് ചെയ്തിട്ടുണ്ട്. അല്ല, സിയറ 4 ഡോർ ആക്കുകയും ചെയ്തു. അത് കുറച്ചുകൂടി 4 സീറ്റർ വരുന്നുണ്ട്. ബാക്കിൽ സെപ്പറേറ്റ് സീറ്റ്, ബക്കറ്റ് സീറ്റ്, ഓഫീസ് മോഡൽ. അതെ. അതുകൊണ്ട് സിയറ ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ. അതും മഞ്ഞ കളർ ഉണ്ട് ഡിഫോൾട്ട് ആയിട്ട്. അതുകൊണ്ട് വേണമെങ്കിൽ മഞ്ഞ കളർ ഡിഫോൾട്ട്. അതുകൊണ്ട് മഞ്ഞ എടുക്കത്തില്ല. ഇല്ല, അത് കമ്പനി ഇടാത്ത കളറേ നമ്മൾ എടുക്കുന്നു. ഓക്കെ. അങ്ങനെ. അപ്പോൾ BYDയുടെ വിശേഷങ്ങൾ പറയുമ്പോൾ ഭയങ്കര സംതൃപ്തനാണെന്നാണ് കേൾക്കുന്നത്. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഓണറിൻ്റെ യൂസർ റിവ്യൂ ആണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. ടയറിൻ്റെ ലൈഫ് അവിടെ നോക്കുകയാണെങ്കിൽ ഇനിയും
ഒരു 10 കിലോമീറ്റർ ഒക്കെ ഓടുമല്ലോ, 10,000 കിലോമീറ്റർ പ്ലസ് ഓടും തോന്നുന്നു. അപ്പൊ അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് ഒന്നും പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല. ടയറിന്റെ എയർ ചെക്ക് ചെയ്യുന്നത് വളരെ ഇതിനകത്ത് കാണിക്കുമല്ലോ, അതിനകത്ത് മെയിൻ കാര്യമല്ലേ റേഞ്ച് കിട്ടുന്നതില്. അതായത് കാറ്റ് കുറഞ്ഞ് കൂടുതൽ ഓടിക്കുമ്പോൾ റേഞ്ച് കുറവ്, കാറ്റ് നല്ലപോലെ ഉണ്ടെങ്കിൽ കൂടുതൽ കൊണ്ട് നമ്മൾ സീരിയസ് ആയിട്ടില്ല കാര്യത്തിൽ. ടയർ കുറവുണ്ടെങ്കിൽ നമുക്കത് ഡ്രൈവിൽ ഫീൽ ചെയ്യാറുണ്ട്. TPMS ഉണ്ടല്ലോ, കാണിക്കുന്നതുകൊണ്ട് നമുക്ക് ഡ്രൈവിൽ അത് ഫീൽ ചെയ്യും ചില സമയത്ത്. അന്നേരം ഫീൽ ചെയ്യും. നൈട്രജൻ ആയതുകൊണ്ട് അത് കിട്ടുന്ന സ്ഥലത്ത് പോയി നമ്മൾ ചെയ്യാം. അപ്പോൾ അതാണ് നമ്മുടെ BYD Atto 3യുടെ യെല്ലോ കളർ Atto 3യുടെ ഒരു യൂസർ റിവ്യൂ. നിങ്ങൾക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ വണ്ടിയെ പറ്റി അറിഞ്ഞു, ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് താങ്ക്സ് ഫോർ ജോയിനിങ്. താങ്ക് യു. അപ്പോൾ പുതിയൊരു യൂസർ റിവ്യൂ ആയിട്ട് കാണാൻ ഗൈസ്. അതുവരേക്കും ബൈ ബൈ. ഒരു ബൈ പറഞ്ഞോളൂ. ബൈ ബൈ. താങ്ക് യു.